بسم الله الرحمن الرحيم الحمد لله رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه واجعلنا ممن يستمعون القول ويتبعون أحسنه واجعلنا من عبادك الصالحين اللهم افتح لنا فتوح العارفين ഈ ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ഖുർആൻ കൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെപ്പോലെ സദാ ഖുർആനുമായി അങ്ങനെ ഒരു ബന്ധമുള്ള ആളൊന്നല്ല ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനുകളെപ്പോലെ ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഈ ബന്ധം മറ്റൊരർത്ഥത്തിലേക്കായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കിട്ടുന്ന അവസരം ഖുർആനിനെ കുറിച്ച് പറയാമെന്നുള്ളതാണ്. മുഹമ്മദ് പിക്താൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ക്രിസ്തീയ പുരോഹിതനാണ് അദ്ദേഹം ക്രിസ്തു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഭാഷ, അറബി ഭാഷ പഠിച്ചു, ഇസ്ലാമിക സംസ്കാരം പഠിച്ചു. അങ്ങനെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് പിന്നീട് അദ്ദേഹം മുസ്ലിം ആവാൻ എന്നിട്ട് അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ ഗ്ലോറിയസ് ഖുർആൻ മജീദ് എന്നാണ് അദ്ദേഹം പേരിട്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മജീദ് എന്ന പേരിട്ടത്? മാത്രമല്ല അതിനൊരു മുഖദ്ദിമയുണ്ട്. അത് നമ്മളൊക്കെ വായിക്കേണ്ടതാണ് കേട്ടോ. ഉസൂലുൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു തഫ്സീറിൻ്റെ ഒരു മുഖദ്ദിമയുണ്ട്. അത് പിക്താളിൻ്റെ മുഖദ്ദിമയാണ്. 198 പേജുണ്ടത്. അത് വായിച്ചാൽ ഖുർആനെ കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടും. ഏതായാലും അദ്ദേഹം എന്തുകൊണ്ടാണ് മജീദ് എന്ന പേര് വെച്ചത്? ആ മജീദ് എന്ന വാക്ക് അർത്ഥം പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഭൗതിക കാര്യങ്ങൾ പറയാം. ഞാനും ജബ്ബാർ മാഷും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വാട്സപ്പിൽ യുക്തിവാദികളും വിശ്വാസികളും തമ്മിലൊരു ചർച്ച ഉണ്ടായിരുന്നു. സംവാദം എങ്ങനെ ആയിരിക്കണം, എന്തിനാണ് സംവാദം, എന്താണ് വിഷയം വെക്കേണ്ടത് എന്നുള്ള ചർച്ചയാണ്. അങ്ങനെ നമ്മളെ ഭാഗത്തൊരു 25 പേര്, അവരെ ഭാഗത്തൊരു 25 പേര് ഇതുപോലെ ലൈവായിട്ട് ഒരുമിച്ച് കൂടി. അപ്പോൾ ജബ്ബാർ മാഷ് എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഇന്ന് മലയാളത്തിൽ ലഭ്യമായ എല്ലാ മലയാള പരിഭാഷയും എൻ്റെ കയ്യിലുണ്ട്. ഖുർആനിന് മുജാഹിദുകൾ ഇറക്കിയ 7ഓളം പരിഭാഷകൾ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്നെ ടി ഉബൈദ് സാഹിബ് ഇറക്കിയത്, മൗദൂദി സാഹിബിൻ്റെതുണ്ട്, ഖുർആൻ ഭാഷ്യമുണ്ട്. ഇങ്ങനെ അഹമ്മദിയാക്കളത് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഇത്രയും ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ടാണ് ഞാൻ ഖുർആൻ വിമർശനം നടത്തുന്നത്. ഇതിലൊന്നും ഇല്ലാത്ത അറബി ഭാഷ മാത്രം പഠിച്ചാലേ ഖുർആൻ വിമർശിക്കാൻ പറ്റൂ എന്ന് ഇവർ അയ്യൂബ് പറയുന്നതിൻ്റെ പിന്നിൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി വേണമെങ്കിൽ അയ്യൂബ് എന്നല്ല ആർക്കും പറയാം എന്നും പറഞ്ഞുകൊണ്ട് ജബ്ബാർ മാഷ് എഴുന്നേറ്റ് നിന്നു. സദസ്സിൽ ആരൊക്കെ ഇരിക്കുന്ന ആളുകളിലൊക്കെ ഇസ്ലാമിക മതപണ്ഡിതന്മാരാണ്. ഞാൻ മാത്രമാണ് അതിലൊരു സാധാരണക്കാരൻ എന്ന നിലക്കുള്ളൂ. ആരും ഒന്നും പറഞ്ഞില്ല. അയാളുടെ ചോദ്യം ഇതാണ്, അറബി ഭാഷ പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്നൊരു വാക്കും ഈ പരിഭാഷകളിലൊന്നും ഇല്ലാത്തതുമായ ഒരാശയം ഏതാണ്? ഇതാണ് ജബ്ബാർ മാഷ് ചോദിക്കുന്നത്. അതും കണ്ടെത്തിയതിന് ശേഷമാണ് ഖുർആൻ അറബി ഭാഷ പഠിച്ച ഒരാൾക്കേ ഖുർആൻ വിമർശിക്കാവൂ എന്നുള്ളിടത്തേക്ക് എത്തുള്ളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ പിക്താളിൻ്റെ മുഖദ്ദിമ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. ഞാൻ എഴുന്നേറ്റുന്നു. ആരും എഴുന്നേൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മജീദ് എന്നൊരു വാക്ക് ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. ഞാനതെന്നെ പറയാൻ പ്രേരിപ്പിച്ചത് തൈസീറുൽ മുയസ്സിർ എന്ന് പറയുന്ന വളരെ ലളിതമായൊരു തഫ്സീറാണ് അല്ലാമ സഅദിയുടെ. അത് പണ്ട് ഖുർആൻ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ ഖുർആൻ്റെ വക്കത്ത് കൂടി അതിൻ്റെ തഫ്സീർ എഴുതി വരുമായിരുന്നു. അതിൽ മജീദ് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. വളരെ കുറച്ച് മുമ്പാണ് അത് വായിച്ചിട്ടുള്ളത്. അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിൻ്റെ അർത്ഥം ഇപ്പം പറയണില്ല, അത് സമയം പോയി പോകും. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് നമുക്കറിയാം, ഖുർആനിൽ വിച്ഛിന്നമായ അക്ഷരമുണ്ട്, അവിഛിന്നമായ അക്ഷരമുണ്ട്. ഇപ്പം കലമുൻ എന്നത് അവിഛിന്നമായ അക്ഷരമാണ്. ഖാഫ്, നൂൻ, അലിഫ്, ലാം, റാ എന്നത് മിനൽ മുഖത്വആത്ത്, അവിഛിന്നമായ അക്ഷരങ്ങളാണ്, വിച്ഛിന്നമായ അക്ഷരങ്ങളാണിത്. കാഫ്, ലാം, നൂൻ, അലിഫ്, ലാം, റാ ഇങ്ങനെ പറയുന്ന, ഇതിങ്ങനെ മുറിച്ച് പറയുന്ന വാക്കുകളാണ്. ഇതിൻ്റെ കാഫിൻ്റെ അർത്ഥം എന്ത്? വല്ലാഹു അലം ബി മുറാദി. അവിടെ നിൽക്കാം നമുക്ക്, അതിന് വേറെ അർത്ഥം പറഞ്ഞവരൊക്കെ ഉണ്ട്. വൽ ഖുർആൻ, എന്താ ഖുർആനിൻ്റെ അർത്ഥം? എപ്പോഴും നമുക്കറിയാം ഖുർആൻ എന്ന് പറഞ്ഞാൽ ബി മഅന മഖ്റൂ, കിതാബ് എന്ന് പറഞ്ഞാൽ ബി മക്തൂബ് എന്നാണ് അതിൻ്റെ മാന. ധാരാളമായി വായിക്കപ്പെടുന്നത് എന്നാണ്. ഇപ്പം ലോകത്തെ ഏറ്റവും വായിക്കപ്പെടുന്ന പുസ്തകം ഏതാ? ബൈബിളാണ്. ലോകത്തെ ഏറ്റവും മതവിശ്വാസികളുള്ളത് ക്രിസ്ത്യാനികളിൽ നിന്നാണ് പറയൽ. പക്ഷെ ബൈബിള് ഓരോ പ്രദേശത്തിനും പ്രദേശത്തിൻ്റെ ഭാഷയാണുള്ളത്. മലയാളത്തിൽ ബൈബിളുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. എല്ലാ ഭാഷയിലും ഖുർആനില്ല. ഖുർആൻ, മലയാള ഖുർആൻ, ഹിന്ദി ഖുർആൻ, തമിഴ് ഖുർആൻ, അങ്ങനെ ഖുർആനില്ല. ഖുർആൻ ഒരേ ഒരു ഭാഷയിലേ ഉള്ളൂ. മറ്റതൊക്കെ അതിൻ്റെ തർജ്ജമകളാണ്. തഫ്സീർ പോലും ഖുർആനല്ല, തർജ്ജമ പിന്നെയല്ലേ. ഇപ്പം ഖുർആൻ ഇങ്ങനെ ഖുർആനായിട്ട് ധാരാളം വായിക്കപ്പെടുന്നത് ഖുർആൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് തന്നെ മഖ്റൂ എന്നാണ്. അതിൻ്റെ അസ്ലു മാന ഖറഅ എന്ന് പറഞ്ഞാൽ ഹറഫ വജമഅ വളമ്മ എന്നാണ്. അതായത് അക്ഷരങ്ങൾ ചേർത്ത് പദങ്ങൾ ഉണ്ടാക്കുന്നു, പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനാണ് ഹറഫ വജമഅ വളമ്മ എന്ന് പറയാം. അതായത് ഖുർആനിലെ വചനങ്ങൾക്ക് ആയത്ത് എന്ന് പറയും. ഖുർആൻ നൽകുന്ന പുറത്തുള്ളതും ആയത്ത് തന്നെയാണ്. അതും ഒരു അലാമത്താണ്, അതൊരു അസറാണ്. ഈ നിങ്ങൾ വായുവിലേക്ക് നോക്കൂ, ആകാശത്തേക്ക് നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, സീറൂഫിൽ അർദ്, ഇതൊക്കെ ആയത്തുകൾ മനസ്സിലാക്കാനാണ്. ഏതായാലോട്ടെ, മഖ്റൂ എന്നാണ്. മജീദ് എന്ന് പറഞ്ഞാൽ എന്താണ് മജീദിൻ്റെ മാന? ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയാട്ടോ, തെറ്റ് ഞങ്ങൾ തിരുത്തിത്തരണം, നിങ്ങൾ മുതഅല്ലിമീങ്ങളാണ്. മജീദ് എന്ന് പറഞ്ഞാൽ 5 വാക്കുകൾ ചേർന്നതാണ് മജീദ്. നിങ്ങൾ ജലാലൈനി ഓതുണ്ടോ? മജീദ് ജലാലൈനി കൊടുത്തത് ഷരീഫ് എന്നാണ്. ഖബറുൻ മുഷറഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഖബർ എന്നാണ്. അല്ലാമ സഅദി പറയുന്നത് മജീദ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. 5 ആശയങ്ങൾ സമഞ്ജസമായി ഉൾച്ചേർന്നാലാണ് മജീദിൻ്റെ മാന വരും. ഒന്ന്, വസീഇൽ മആനി അളീമിഹ കസീരിൽ വുജൂഹി കസീരിൽ ബറകാത്തി ജസീലിൽ മബറാത്ത്. ഈ 5 വാക്കിൽ ചേരണം. ഒന്ന്, വസീഇൽ മആനി അളീമിഹ. ഖുർആനിലുള്ളത് എന്താണ്? മാങ്ങാത്തൊലിയ. ഖുർആനിലുള്ളത് എന്താണ്? മആനികളാണ്, ആശയങ്ങളാണ്. മഅന, മആനി. അനായാനിൻ്റെ മിമിയായ മസ്തറാണ് മഅന, അതിൻ്റെ ജമ്മാണ് മആനി. മആനി എന്നതിൻ്റെ വസിയ ഖുർആനിക ആശയങ്ങൾ വിപുലവും വിശാലവുമാണ്. അളീമിഹ, അത് വലുതും മഹത്തരവുമാണ്. കസീരിൽ വുജൂഹ്, ഖുർആൻ ബഹുമുഖമാണ്. എന്താ ഖുർആൻ ബഹുമുഖമാണെന്ന് പറയുന്നത്? ഖുർആനിക ആശയങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം, ഖുർആനിൽ ഇമാം ഷാഫിയുടെ അർരിസാലയുണ്ട്. ആ അർരിസാല നോക്കിയിട്ടാണ് അമേരിക്കയിലെ കോടതിയിൽ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അർരിസാല നോക്കിയിട്ടാണ്. കാരണം ഖുർആൻ, അതെന്തിനാണ് ഇമാം ഷാഫി അർരിസാല ഉണ്ടാക്കിയത്? ഖുർആൻ മഫ്ഹൂം ചെയ്യാൻ. മഫ്ഹൂം അതായത് ഒരു വാക്കിന് മഫ്ഹൂം മുവാഫഖ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു വാക്കിന് നേരെ ലിറ്ററൽ മീനിങ് ഉണ്ടാവും, മഫ്ഹൂം മുവാഫഖ ഉണ്ടാവും, മഫ്ഹൂം മുഖാലഫയും ഉണ്ടാവും. മഫ്ഹൂം മുഖാലഫ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ റിവൈസ് മീനിങ്. ഇപ്പം ഞാൻ പറയാണ്, ഇവിടെ ആ ഒരു ഒറ്റ ഡോറേ തുറന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഡോർ അടഞ്ഞു കിടക്കുന്നു എന്നാണ്. ഈ റൂമിൽ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വേറെ ലൈറ്റ് ഒന്നും കത്തുന്നില്ല എന്നാണ്. ഇതെവിടെ നിന്ന് കിട്ടി? ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് കിട്ടുന്നതാണ്. മഫ്ഹൂം മുഖാലഫ പോലും
നമ്മൾ കോടതി ചെന്നു. കോടതി ചെന്നാൽ എതിർ വാക്കിൽ നിങ്ങൾ ഇന്നെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഉദ്ദേശിക്കൂലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതിനെ ഞാൻ ഉത്തരവാദിയുള്ളൂ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. മഫ്ഹൂം മുവാഫക്ക പോലെ മഫ്ഹൂം മുഖാലഫ തെളിവാണ്. ഒരാൾ ഖുർആൻ്റെ ആയത്തോതിയിട്ട് അതിൻ്റെ മഫ്ഹൂം മുഖാലഫയും ഇങ്ങനെയല്ലേ വരികയെന്ന് വെച്ചാൽ അതും തെളിവാണ്. അതാണ് ഇമാം ഷാഫിഈ അത് വെച്ചിട്ടാണ് അമേരിക്കയിലെ കോടതിയിൽ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലോട്ടെ, ബഹുമുഖമാണ് ഖുർആനിക ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു വാക്കിന് മുത്താബക്കയായ മാന, ഇൽത്തിസാമിയായ മാന, തളമ്മുന്, ഖബർ, ഇൻഷാ, എത്രയോ തരം കസീറിൽ വുജൂഹ്, ബഹുമുഖമാണ് ഖുർആനിക ആശയങ്ങൾ. ജസീലിൽ മബറാത്ത്, ജസീൽ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. എന്ത്? ബറക്കാത്ത്, ഖുർആന്റെ ആശയങ്ങൾ നൽകുന്ന ബർക്കത്ത്. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാന ബറക്ക, എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഖൈർ അൽ കസീർ അൽ അമീം അല്ലദീ ലാ യൻഖതി, ഇതിനാണ് ബർക്കത്ത് എന്ന് പറയാം. ആ ബർക്കത്ത് ജസീലാണ്, സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. കസീരിൽ വുജൂഹ്, കസീരിൽ ബറക്കാത്ത്, ജസീലിൽ മബറാത്ത്. ഇത് ഈ 5 ആശയങ്ങളും ഒരുപോലെ സമഞ്ജസമായി ഉൾച്ചേരുമ്പോഴാണ് മജീദിൻ്റെ ആശയമാവുള്ളൂ. ഇതിൽ ഒന്ന് മാത്രം പോരാ. എന്നിട്ട് അല്ലാമ സയദി പിന്നെ പറയണത് എന്താണെന്നറിയോ? ഇപ്പം ഈ സയദിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ വാക്കും നിർവചനാത്മകമായ വാക്കുകളായിരിക്കും. അത് തന്നെ ഖുർആനിലോ സുന്നത്തിലോ പറഞ്ഞ വാക്കുകളായാൽ കൊണ്ടുവരിക. അയാളെ കയ്യിൽ നിന്ന് വാക്കിടൂല. തഫ്സീർ പറയുമ്പോൾ പോലും അദ്ദേഹം അതാ ചെയ്യാൻ. വൽ മജിദു, ഇങ്ങനെ അദ്ദേഹം മജീദ് പറഞ്ഞ ശേഷം ഈ മജിദ് എന്താണ്? വൽ മജിദു സഅത്തുൽ ഔസ്വാഫി വഅളമതുഹ. വീണ്ടും സഅത്തുൽ ഔസ്വാഫ്, വസ്ഫ് ഔസ്വാഫ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ പ്രോപ്പർട്ടി. ഇപ്പം നമ്മളൊരു മരുന്നിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ ഉള്ളടങ്ങിയ സത്തിനാണ് നമ്മൾ വസ്ഫ് ഔസ്വാഫ്. ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ആ പ്രോപ്പർട്ടി വിപുലവും വിശാലവുമാണ്. വഅളമതുഹ, അത് വലുതും മഹത്തരവുമാണ്. അല്ലദീ ഖദ് ഇഹ്തവ അലൽ ഉലൂമിൽ അവ്വലീന വൽ ആഖിരീൻ. ഈ ഖുർആൻ എന്നത്, ഈ ഖുർആന്റെ ആശയം എന്നത് തല മുതൽ അവസാനം വരെ അല്ലദീ ഖദ് ഇഹ്തവ, അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. അല്ലദീ എവിടെ മൗസൂല ചേർക്കാൻ നിങ്ങൾക്ക് അറിയാലോ. വിച്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ? ഇഹ്തവ അലൽ ഉലൂമിൽ അവ്വലീന വൽ ആഖിരീൻ. പ്രാചീനരുടെയും ആധുനികരുടെയുമായ ജ്ഞാനം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. അല്ലദീ ഹവാ മിനൽ ഫസ്വാഹത്തി അക്മലഹ. ഖുർആനിലെ ഈ ഫസ്വാഹത്ത്, അത് ഖുർആനിലെ സാഹിത്യം എന്ന് പറയുന്നത് അത് അക്മലാണ്, സമ്പൂർണമാണ്. വഅജ്സലഹ, ജസീലാണ്, സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. വഅഹ്സനിഹ, അന്യൂനമാണ്. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, വഹാദാ മൂജിബുൽ ലികമാലി ഇത്തിബാഇഹി വസുർഅത്തിൽ ഇൻഖിയാദി ലഹു വശുക്രില്ലാഹി അലൽ മിന്നത്തി ബി. ഈ ഖുർആനി ആശയങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞു തന്നല്ലോ. ഇത് മൂജിബുൻ, ഇതിനെ നമ്മൾ, ഈ ഖുർആനിനെ പെട്ടെന്ന് തന്നെ നമ്മളതിനെ ഉൾക്കൊള്ളാൻ, ഇത്തിബാ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വസുർഅത്തിൽ ഇൻഖിയാദി ലഹു, അതിന് കീഴ്പ്പെടാൻ മടിച്ചു നിൽക്കരുത്, പെട്ടെന്ന്. അതാണ് നോക്കൂ, മുഹമ്മദ് ബിൻ അസദ്, അവര് പിക്താള്, ഇതൊക്കെ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാകുമ്പോഴേക്ക് പിന്നെ താമസമല്ല, പെട്ടെന്ന് ഖുർആനിലേക്ക് എടുത്തു ചാടി അതങ്ങോട്ട് ആമന്ന അസ്ലംന, അതിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ അനുസരിക്കുകയാണ്. നാളത്തേക്ക് വെച്ചുകൂടാ. വശുക്രില്ലാഹി അലൽ മിന്നത്തി ബി. ഈ ഖുർആന്, നമ്മൾ ഖുർആൻ ഇറക്കി തന്ന ഈ അള്ളാഹു ഏറ്റവും വലിയൊരു മിന്നത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന് അവന് ശുക്ർ ചെയ്യാം. നോക്കൂ, അല്ലാമ സഅദി മജീദ് അർത്ഥം പറഞ്ഞത് വസീഇൽ അലീമി, വസീഇൽ മആനി അലീമിഹ, കസീരിൽ വുജൂഹി, കസീരിൽ ബറകാത്തി, ജസീലിൽ മബറാത്ത്. വൽ മജ്ദു സഅത്തുൽ ഔസ്. സഅത്ത് എന്നാ വായിക്കുക, സിഅത്ത് എന്നാ വായിക്കുക. വസിയാന്റെ മസ്തർ എങ്ങനെ വരിക? സഅത്ത് എന്നാ സിഅത്ത് എന്നാ വായിക്കുക. സത്യത്തിൽ ഖുർആനിൽ നമ്മൾ അറബി ഗ്രാമർ അൽഫിയ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഉപയോഗം കൊണ്ട് ഉപയോഗ സാധുത്വം ഉണ്ടായിത്തീരും. ഇപ്പം മുഖദ്ദിമ എന്നാ വായിക്കുക ഒരു കിതാബിന്. അതെങ്ങനെ മുഖദ്ദിമ? മുഖദ്ദമ എന്നല്ലേ വായിക്കേണ്ടത്?
ആമുഖത്തിൽ വന്ന സാധനമല്ലേ, പിന്നെ എങ്ങനെ മുഖദ്ദിമയായത്? അതുപോലെ സിഅത്ത് എന്നാണ് സത്യം. പക്ഷേ സഅത്ത് എന്ന് വായിക്കുന്നത് ഉപയോഗിച്ച് തെറ്റുപയോഗിച്ച് പിന്നെ ശരിയായി മാറി. ഉപയോഗ സാധുത്വം എന്നൊരു നിയമമുണ്ട് പിന്നെ നഹ്വിൽ. നിങ്ങൾ അൽഫി ഓതിയൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് സിഅത്തൊന്നും വായിക്കുക, സഅത്തൊന്നും വായിക്കുക. ഇപ്പം നമ്മളൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ നിയമം പറഞ്ഞ് അപ്പം തന്നെ ബെയ്ത്ത് ഏൽപ്പിക്കും. അതാണ് അക്കാലത്തുള്ളൊരു പ്രത്യേകത. അതായിരുന്നു സിഅത്തുൽ ഔസാഫി വഅളമതുഹ. ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ പഠിക്കണം ഖുർആൻ. നമ്മൾ ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങോട്ട് സ്വാധീനിക്കണം. നിരന്തരം ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കണം. അത് കേവലം ഇങ്ങനെ വായനയല്ല, അതിൻ്റെ ആശയങ്ങളിലൂടെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അതിനെന്ത് വേണം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം നിലനിൽക്കും, അതോടൊപ്പം തന്നെ അറബി ഭാഷയും നിലനിൽക്കും. കാരണം ഖുർആൻ നിലനിൽക്കണമെങ്കിൽ അറബി ഭാഷ നിലനിൽക്കണം. അത് ലോകത്തൊക്കെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അരിബു നോക്കൂ, ഉമർ ഖത്താബ് പറയാണ്, നിങ്ങൾ ഫഖ്ഹു ഫിദ്ദീൻ, ദീന് നിങ്ങൾ പഠിക്കണം. വഅഗ്രിബു അൽ ഖുർആന, ഖുർആനിനെ അറബിയിൽ പഠിക്കണം. പരിഭാഷ വായിച്ചാൽ കിട്ടൂല, അറബിയിൽ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ സൂക്ഷ്മമായ അർത്ഥം കിട്ടും. ഇപ്പം മജീദ് നോക്കൂ, ഈ സൂക്ഷ്മമായ അർത്ഥം മജീദിനെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അറബിയിൽ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഈ പരിഭാഷക്കൊക്കെ ഉള്ളൊരു തകരാറ്. പരിഭാഷയിൽ സാമാന്യ ജനങ്ങൾക്ക് സാമാന്യമായ ഒരു ആശയം കിട്ടാനേ അത് ഉപകരിക്കൂ. എന്നാൽ തന്നെ ഇപ്പം നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സമയം കഴിഞ്ഞോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മളിതിലൊക്കെ കാരുണ്യവാനും കരുണാനിധിയുമായ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. കരുണാനിധി തമിഴ്നാട്ടിലൊരു മുഖ്യമന്ത്രിയായിരുന്നു. കരുണാനിധി എന്നൊക്കെ പറയുന്നത് ഈ തമിഴ്നാടും കേരളവും ഭരിച്ചിരുന്ന ആളുകളാണ്. അതൊന്നും അല്ലാഹുവിൻ്റെ പേരല്ല. കരുണാനിധി, കരുണാൻ എന്നൊന്നും പറയണത് അത് മലയാള വാക്കാണ്. റഹ്മാനും റഹീമിനും ആ ഒരു ധ്വനിയുമില്ല. നിങ്ങൾ അറബി ഡിക്ഷണറി എടുത്ത് പരിശോധിച്ച് നോക്കൂ, ആ ആശയം വരുന്ന ഒറ്റൊരു വാക്കും അതിനില്ല. എന്നാൽ പരിഭാഷയിൽ അതല്ലാതെ ചെയ്യാൻ കഴിയില്ല. നിങ്ങളിങ്ങനെ ബിസ്മിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ കരുതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാ ഇസ്തിആനത്തിന് അല്ലേ? ബാഇൻ്റെ മാനം എന്താ? ഇസ്തിആനത്തിനാണ്, അല്ലെങ്കിൽ തബറുക്കിനാണ്. പോട്ടെ, ഓരോ വാക്ക് നമുക്ക് തന്നെ പറയാം. ഇസ്മ്, ബി കഴിഞ്ഞാൽ പിന്നെ ഇസ്മാണല്ലോ. ഇസ്മിൻ്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്മ്, അസ്മാ, പിന്നെ അസാമി എന്നൊരു ജമ്മും കൂടിയുണ്ട്. ഇസ്മ എന്നുള്ള വാക്ക് സുമുവിൽ നിന്നുണ്ടായതാണ്, അതല്ല സിമത്തിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ രണ്ട് കൂഫക്കാരും ബസറക്കാരും അഭിപ്രായം. രണ്ടുകൊണ്ടും ഇസ്ലാമുക്ക് നല്ല ആശയം കിട്ടുക. ഒന്ന് ഉയർച്ചയാണ്, ഒരാൾക്ക് പിന്നെ അയ്യൂബ്, ഓരോരുത്തർക്ക് ഓരോരോ പേര് വെക്കുന്നത് കൂടി അയാൾ മറ്റിൽ നിന്നും ഒരു വ്യതിരക്തത വരുന്നുണ്ട്, ഒരു റിഫഅത്ത് വരുന്നുണ്ട്, ഉലൂവ് വരുന്നുണ്ട്. സിമത്ത് അടയാളം. എനിക്ക് പോസ്റ്റ്മാൻ കത്തെഴുതിയാൽ ഒരാൾ കത്തെഴുതിയാൽ എൻ്റെ കത്ത് എനിക്ക് തന്നെ കൊണ്ടുവരും. അയ്യൂബ് കുറേ 100,000 ഉണ്ടാവും, എനിക്ക് കത്തെഴുതിയാൽ എൻ്റെ കത്ത് എനിക്ക് തന്നെ കിട്ടും. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് സിമത്ത്. അല്ലെങ്കിൽ നോക്കൂ, ഇതവിടേക്ക് ഞാൻ പോട്ടെ. ഇസ്മ്, ബിസ്മില്ലാഹി, അല്ലാഹ് എന്നത്. അല്ലാഹ് എന്നതിന് അള്ളാഹുവിൻ്റെ അർത്ഥം എന്താ? നമുക്ക് അള്ളാഹ് എന്നുള്ളത് അൽ-ഇലാഹ് എന്നുണ്ടായതാണ്. അലിഹ എന്ന് പറഞ്ഞാൽ തഹയ്യറയാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു ബൈലാവി ഓതിയോൽക്കറിയാം. അലിഹനെ കുറിച്ചൊരു ചർച്ചയുണ്ട്. അലിഹ എന്ന് പറഞ്ഞാൽ തഹയ്യറയിൽ നിന്നുണ്ടായതാണ്. തഹയ്യറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇതിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ അതിന് എന്താണ് ഈ അള്ളാഹു, അതിൻ്റെ കുൻഹും മാഹിയത്തും നമുക്കറിയില്ല. കുൻഹും എന്താ? കുൻഹും മാഹിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവവും സവിശേഷതയൊന്നും. കുൻഹും മാഹിയത്തും ഒക്കെ മന്ദിക്കിലെ പ്രയോഗം കേട്ടോ, നിങ്ങൾക്ക് വലിയൊരു ചോദിച്ചാൽ മതി. കുൻഹും മാഹിയത്തും അറിയാത്തപ്പോഴാണ് നമ്മളൊരു മേജിക് ഉണ്ട്. ഒരാൾ ഇങ്ങോട്ട് കാട്ടിയിട്ട് ഒരു പ്രാവിനുണ്ട് വിട്ട് ഇങ്ങോട്ട് കാട്ടിയപ്പോൾ ഒരു പാമ്പായി. നമ്മൾ കണ്ണും നട്ട് ഇങ്ങനെ ഇരിക്കും, എന്താ അപ്പോൾ അത്? ഇതിനാണ് ഹൈറാനിയത്ത് എന്ന് പറയാം. ഇതാണ് അലിഹൻ്റെ മാന, തഹയ്യറ. അള്ളാഹിനെ കുറിച്ച് നമുക്കൊന്നുമല്ല, ഒരു ചുക്കും അറിയില്ല എന്നർത്ഥം. അവിടെ അള്ളാഹ് എന്നതിന് ഒരു ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു എന്ന വാക്കിന് ഇപ്പം നമ്മൾ ദൈവം എന്ന് പറഞ്ഞു നോക്കുക. ദൈവം എന്ന് പറയുമ്പോൾ ദൈവങ്ങളുണ്ട് ഇവിടെ. ദൈവങ്ങൾ. അള്ളാഹുവിന് അങ്ങനെ ഒരു ജമ്മാക്കിയിട്ട് പറയാനൊരു വാക്കില്ല.
കടവുൾ അല്ലെങ്കിൽ ഗോഡ് ഏത്, അല്ലെങ്കിൽ തന്നെ അള്ളാഹ് എന്നുള്ളത് ഇസ്മുൻ പിന്നെ അലമാണ് അത് അല്ലേ. അള്ളാഹ് എന്ന് പറഞ്ഞ അലമുല്ലി ദാത്തിൽ വാജിബിൽ വുജൂദ് എന്നാ പറയല്, അലമാണ് എന്നാണ്. അല്ലെങ്കിൽ യജ്റാബി മജ്റിൽ അലം, അലമിന്റെ സ്ഥാനത്ത് നടത്തുന്ന സാധനമാണ്. പേര് അയ്യൂബ് എന്ന് പറഞ്ഞ പേരിന് പരിഭാഷ ഉണ്ടോ? പേരിന് പരിഭാഷ ഉണ്ടാകുമോ? പിന്നെ ഒരാളെ പേര് അബ്ദുള്ള എന്നാണ്. അയാൾ ഗൾഫിൽ ചെന്നപ്പോൾ അബ്ദുള്ളയായി, ഇവിടെ വന്നപ്പോൾ ദേവദാസ് എന്നാക്കിയ ആളെ പേരാകുമോ? അങ്ങ് പിന്നെ മൊറോക്കോ ഇവിടെ ചെന്ന് റോമിൽ ചെന്ന് അബ്ദുള്ള എന്ന് പറഞ്ഞത് മസീഹിൻ്റെ അടിമ എന്നാക്കിയാകുമോ? അബ്ദുൽ മസീഹ് എന്നാക്കിയാൽ ശരിയാകുമോ? പേരിന് പരിഭാഷയില്ല. ഒരാൾക്ക് ജമാൽ എന്ന് പറഞ്ഞ പേരിട്ട്, ഇപ്പുറത്ത് സുന്ദരൻ എന്ന് പറഞ്ഞ പേരും ഉണ്ട്. സുന്ദരനാണോ ജമാൽ? റേഷൻ കാർഡിലും ID കാർഡിലും അങ്ങനെ ആക്കിയാകുമോ? പേരിന് പരിഭാഷ ഇല്ല സത്യത്തിൽ. അപ്പോൾ അള്ളാഹ് എന്നുള്ളതോ, നമ്മൾ വെള്ളം എന്ന് പറഞ്ഞു, അവിടെ ചെന്ന പാനി എന്ന് പറയുന്നു, ഇപ്പുറത്ത് ചെന്ന തണ്ണി എന്ന് പറയുന്നു. അങ്ങനെയാണോ അള്ളാഹ് എന്നുള്ളത്? എന്താ കാരണം? അത് ഇസ്മ ജിൻസാണ്. അള്ളാഹ് എന്നുള്ളത് ഇസ്മ ജിൻസ് അല്ല. അള്ളാഹ് എന്നുള്ളതിന് സമാനമായി ഒന്നുമില്ല. പിന്നെ നമുക്കൊന്ന് വേറെ ഒരു ഇതര മതസ്ഥരോട് ദഅവത്ത് ചെയ്യാൻ ഭാഷ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല അള്ളാഹ് എന്നുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബാൻ ഒരിക്കൽ അള്ളാഹ് എന്ന നാമത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. നിങ്ങൾ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ബിസ്മില്ലാഹ് അല്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈ എന്ന് പറയുന്ന ഈ ദിക്ർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്കൊരു ളുറും ബാധിക്കില്ല എന്ന്, അള്ളാഹുവിൻ്റെ നാമം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഒരു ളുറും ബാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാളിങ്ങനെ പിന്നെ അബാൻ്റെ കൈമക്ക് നോക്കുക. കാരണം അബാൻ കഴിഞ്ഞു പോയ ഒരാളാണ്, ഒരു ഭാഗം ഇങ്ങനെ തളർന്നു പോയ ഒരാൾ. അയാളിങ്ങനെ നോക്കുമ്പോൾ അബാൻക്ക് അത് വേഗം ഓർമ്മ വന്നു. അബാൻ റളിയല്ലാഹു അൻഹു. അബാൻ പറഞ്ഞു, ഈ എൻ്റെ സുഹൃത്ത് എന്നെങ്ങനെ നോക്കുകയാണ്. അള്ളാഹ് എന്നുള്ളത് രാവിലെ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ ചൊല്ലിയാൽ ളുറു ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത് ബാധിച്ചു എന്നാണ് ഈ സുഹൃത്തിൻ്റെ നോട്ടം. സുഹൃത്തെ, ഞാൻ എൻ്റെ വാപ്പയിൽ നിന്ന് കേട്ടതിന് ശേഷം പതിവായി ചെല്ലുമായിരുന്നു. പക്ഷെ ഇത് പറ്റിയ അന്ന് ഞാനത് ചെല്ലാൻ മറന്നുപോയി. നോക്കൂ, ഒരാൾക്ക് വരാൻ വിധിച്ചാൽ അന്നത് മറന്നുപോകും. അയാൾ അതിലും തൃപ്തി കണ്ടെത്തുകയാണ്. ഏതായാലും അവിടെ പോട്ടെ, നമുക്ക് അങ്ങനെ അള്ളാഹുലേക്ക് പോവാം. അങ്ങനെ അള്ളാഹ് എന്നുള്ള നിങ്ങൾ വേറെ പഠിച്ചോളി കേട്ടോ. അള്ളാഹ് എന്ന് ബി ഇസ് അള്ളാഹ്, ഇസ്മിനെ അള്ളാഹുലേക്ക് ഇലാഫത്ത് ചെയ്താൽ ഇസ്മ് മുഫ്രദ് മുലാഫ് യഉമ്മു. അറബിയിൽ ഒരു നഹ്വിൽ ഒരു കായികയാണ്, മുഫ്രദ് മുലാഫ് യഉമ്മു. മുഫ്രദായ ഒരു ഇസ്മിനെ മുലാഫിനെ ഇതിലേക്ക് ഇലാഫത്ത് ചെയ്താൽ, നെക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്താൽ ഉമൂമ് ഫായിദ ഒപ്പിക്കും. ഇപ്പൊ നോക്കൂ, ഇബ്നു മുഹമ്മദിന്റെ ഒരു മകൻ എന്നാണ് വാക്കർത്ഥം. മുഹമ്മദിന് 11 മക്കളുണ്ടെങ്കിൽ 11 മക്കളും പെടും. 11 മക്കളും പെടും. എവിടുന്ന കിട്ടി? ഇബ്നിനെ മാരിഫയിലേക്കാണ് മുഫ്രദ് മുലാഫ് യഉമ്മു. അതാ നിയമം. ഈ ഇലാഫത്ത് ചെയ്യുന്നത് മുഫ്രദാണ്. ആ മുലാഫ് മുഫ്രദായി കഴിഞ്ഞു, ഇപ്പുറത്തെ ഇതിലേക്കാണ് ഇലാഫ് ചെയ്യുന്നത്. അതായത് പിന്നെ മുഹമ്മദിലേക്കാണ്. കലമു മുഹമ്മദിന്റെ പേന എന്ന് പറയും. മുഹമ്മദിന്റെ മേശപ്പുറത്ത് 15 പേനാണെങ്കിൽ 15 പേനയും പെടും. അപ്പൊ ഇസ്മുല്ലാ എന്ന് പറഞ്ഞാലോ, അള്ളാഹ് എന്നുള്ള പേര് മാത്രമല്ല, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും എന്നാണ് അതിൻ്റെ അർത്ഥം. അതെവിടുന്ന് കിട്ടി? ഈ ഇസ്മിനെ അള്ളാഹുലേക്കാണ് ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന് എത്ര പേരുണ്ട് മോനെ? അള്ളാഹുവിൻ്റെ പേരിൻ്റെ എണ്ണം ആർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ പേര് ഒന്ന് ഇസ്മുൽ ആദമുണ്ട്, ജലാല, ഏറ്റവും വലിയ പേരാണ് ഇസ്മുൽ ജലാല. അള്ളാഹ് എന്ന പേര് വെറും അള്ളാഹ് എന്നല്ല, ഇസ്മുൽ ജലാലയാണ്. അള്ളാഹു എന്ന പേര് ഒറ്റക്ക് പറയാതെ അള്ളാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ പറയണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് ജലാലത്തും അവൻ്റെ ജലാലത്ത് ചേർത്താണ് പറയേണ്ടത്, വെറുതെ അള്ളാഹ് എന്ന് പറഞ്ഞുകൂടാ. ആ ജലാലത്തിൻ്റെ നാമമാണ് ഒന്ന്. പിന്നെ ഇസ്മുൽ ആദമാണ്. പിന്നെ ബാക്കി കുറേ നാമങ്ങളുണ്ട്. മഹല്ലിയുടെ ഷറഹിൽ കാണാ അള്ളാഹുവിൻ്റെ പേരിൻ്റെ എണ്ണം അറിയില്ല. അപ്പം ചോദ്യം,
വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞോടത്ത് തിസ്അതൻ വതിസ്ഈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം മിഅതൻ ഇല്ലാ വാഹിദ് അങ്ങനെയുണ്ട് ഹദീസ്. 99 പേരുകളുണ്ട്. ആ 99 പേര് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ഫമൻ അഹ്സ്വാഹ ദഖലൽ ജന്ന, ഫമൻ അഹ്സ്വാഹ ദഖലൽ ജന്ന. അതിന് 99 പേരുണ്ട് എന്നാണ്. അള്ളാഹിൻ്റെ പേര് 99 എന്നല്ല, ഇഹ്സ്വാഹ് ചെയ്യാൻ 99 പേരുണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ ഒരാൾ പിരിവേരം വന്നു, ഭാര്യ ചോദിച്ചു, ഒരു പിരിവേരം വന്നിട്ടുണ്ട്, നിങ്ങളെ കയ്യിൽ കാശുണ്ടോ? ഓ മിഅത്തു ദിർഹം, എൻ്റെ അടുത്ത് 100 റുപ്യ ഉണ്ട്, അത് കൊടുക്കാം. പിരിവേറിന് കൊടുക്കാൻ 100 റുപ്യ ഉണ്ട് എന്നാണ്. എൻ്റെ കയ്യിൽ വേറെ കാശില്ല എന്നല്ല, പിരിവേറിന് കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് വൈഫ് ചോദിച്ചപ്പോൾ ഉണ്ട്, മിഅത്തു ദറാഹിം, എൻ്റെ മിഅത്തു ദിർഹം, 100 ഉണ്ടാക്കി കൊടുത്തോളി എന്ന് പറയുന്നത് ആ പൈസ കൊടുക്കാനുള്ള പൈസ, സ്വതക്കക്കുള്ള പൈസയാണ് എന്നാണ്. ഇഹ്സ്വാഹ് ചെയ്യാൻ 99 പേരുണ്ട്. എന്താ ഇഹ്സ്വാഹ് എന്ന് പറഞ്ഞാൽ? ഹിഫ്ളുഹാ ലഫ്ളൻ, ആ വാക്കുകൾ അങ്ങനെ അള്ളാഹിൻ്റെ പേരുകൾ അങ്ങനെ കാണാണ്ട് പഠിക്കുക. യാ റഹ്മാൻ ഇങ്ങനെ, യാ റഹീം, യാ ഗഫാർ, യാ സലാം, യാ മുഅ്മിൻ, ഇങ്ങനെ അത് ഹിഫ്ളാക്കുക. പിന്നെ അതിൻ്റെ മഅന പഠിക്കുക, അതിൻ്റെ മഅന പഠിക്കുക. 2, 3 അതിൻ്റെ തത്ബീഖ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. അതിൻ്റെ തത്ബീഖ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന യാ റഹ്മാൻ ഇർഹംനി, യാ ഗഫാർ ഇഗ്ഫിർലി, യാ സത്താർ ഇസ്തിർലി, ഇങ്ങനെ ഇത് ആശയം മനസ്സ് തട്ടിയിട്ട് നമ്മൾ ഇതിനാണ് നമ്മൾ ഇഹ്സ്വാഹ് എന്ന് പറയുക. ഏതായാലും അവിടെ കട്ടെ, നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല. ഞാൻ പറയാൻ വിചാരിച്ചത് റഹ്മാനും റഹീമുമാണ്. റഹ്മാൻ എന്നത് അത് പറഞ്ഞ് ഞാൻ അവസാനിക്കുക കേട്ടോ. റഹ്മാൻ എന്നത് റഹിം എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. റഹിമയാണ് ക്രിയ. അസ്ല് പിന്നെ 3 അക്ഷരമല്ലേ ഉണ്ടാവുക. ആ റഹിമയിൽ നിന്ന് അതിൻ്റെ ഇസ്മ ഫായിൽ വരേണ്ടത് റാഹിമാണ്. അള്ളാഹ് ഇവിടെ ഉപയോഗിച്ചത് റഹ്മാൻ എന്നാണ്. ഫഅലാൻ എന്ന വസനിലേക്ക്, പാറ്റേണിലേക്ക് കൊണ്ടുവന്നാൽ സിഅത്തും ഇംതിലാ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് ഗൾബാൻ നമ്മൾ പറഞ്ഞു, ഗൾബാൻ അങ്ങേയറ്റത്തെ ദേഷ്യം, ഭയങ്കര മൂച്ചിപ്പിരാന്തിനാണ് നമ്മൾ എന്താ പറയുക, ഗൾബാൻ എന്ന് പറയുക. ഇവിടെ മൂച്ചിപ്പിരാന്ത് എന്ന് പറയലുണ്ടോ? അങ്ങേയറ്റത്തെ ദേഷ്യം, അതിൻ്റെ ആ ദേഷ്യത്തിൻ്റെ അത് നിറഞ്ഞ് കവിയണം, ഇംതിലാ വേണം, ഫുള്ള് വേണം. സാഴത്തും ഇംതിലാ ഉണ്ടാകുമ്പോഴാണ് ഗൾബാൻ. എന്തൊരു ഗൾബാനാണ് അയാൾ എന്ന് പറയാ. ആ ബാങ്ക് കൊടുക്കുക. അപ്പോൾ ഏതായാലും റഹ്മാൻ എന്നുള്ളത് ഫഅലാൻ വസനിലാണ് ഉള്ളത്. അപ്പോൾ ഇംതിലാവും സാഅത്തും ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 2, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് പഠിപ്പിക്കുന്നത് അപ്രോച്ചോടെ കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് കുറേ ബന്ദികളെ പിടിച്ചു. അതിലൊരു സ്ത്രീ തേരാപ്പാര അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തേരാപ്പാര എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബേജാറുകൊണ്ട് ഓടുന്നതാണ്.
ഓടുമ്പോൾ നബി സ്വഹാബത്തിനോട് വെച്ചു ആ സ്ത്രീയെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ കാണാതായതാണ്. യുദ്ധമാണല്ലോ, പലതും സംഭവിക്കും. ആൾക്കാർ പേടിച്ചോടുമ്പോൾ കുഞ്ഞിനെ മിസ് ചെയ്തു പോയതാണ്. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വേറെ കിട്ടിയിട്ടുണ്ട്. ആളുകൾ ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സ്ത്രീ കാരണം അപ്പോഴേക്കും അതിൻ്റെ മാറ് നിറഞ്ഞ് വേദനിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഓടി ചെന്നിട്ട് ആ കുഞ്ഞിനെ വാരിപ്പുണരുകയും പെട്ടെന്ന് മാറിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന രംഗം കണ്ടപ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞുപോയി. സ്വഹാബത്തിൻ്റെ ഒക്കെ കണ്ണ് നിറഞ്ഞുപോയി. നബി ചോദിച്ചു, ആ കുഞ്ഞിനെ ആ സ്ത്രീ എന്ത് കാണിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? തീയിലെറിയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ലല്ലാഹു അർഹമു ബിഹാദി വലദി ഉമ്മിഹ. നബി ഇങ്ങോട്ട് ഈ വാക്ക് ഇങ്ങോട്ട് പറയാണ്, ഈ റഹ്മത്തുണ്ടല്ലോ, തള്ളക്കോഴി പരുന്തിൽ നിന്ന് രക്ഷിക്കാൻ അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞിനെ ആക്കും. നമുക്കറിയാം, ഇപ്പോൾ KN ഒരിക്കലൊരു വീഡിയോ കാണിച്ചിരുന്നു. ഒരു മാൻപേട അക്കരെ നോക്കുമ്പോൾ മുതലുണ്ട് തൻ്റെ കുഞ്ഞിനെ വിഴുങ്ങാൻ ഇങ്ങനെ അടുത്തിങ്ങനെ കാണിക്കുകയാണ്. രംഗത്തി തള്ളപ്പാഞ്ഞ് ചെന്ന് മുതലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ തൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണം, ഞാൻ മുതലക്ക് ഭക്ഷണമായാലും വേണ്ടില്ല എന്നാണ്. ഇതാണ് ഒരു ഉമ്മയുടെ സ്നേഹം. ഈ സ്നേഹങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് 100 ഭാഗിച്ചിട്ട് 1 ദുനിയാവ് തന്നിട്ടുള്ളൂ. ബാക്കി 99 അവൻ അന്ന് റഹ്മത്ത് ചെയ്യുന്നവനാണ്, അവിടത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ നബി ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പിന്നെ പറയണെന്താ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആ അള്ളാഹുവിൻ്റെ അദാബാണ് നമ്മളെപ്പോഴും പറയാം. എപ്പോഴും അള്ളാഹിൻ്റെ പേടിപ്പിക്കലാണ്. ഈ റഹ്മത്തിനെ കുറിച്ചാണ് നബി പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒളബിനേക്കാൾ മികച്ചു നിൽക്കുന്നത് അവൻ്റെ റഹ്മയാണ്. സ്നേഹം. റഹ്മ എന്ന ഗർഭപാത്രത്തിൻ്റെ പേരെന്താ? റഹീം. സ്നേഹാലയം എന്ന പാത്രത്തിലാണ് നമ്മൾ വളരുന്നത്. ഇതാണ് നമ്മൾ പരസ്പരം കൈമാറേണ്ടത്. ഇത് അള്ളാഹു നമുക്ക് ഇട്ട് തന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മളെല്ലാവരോടും കാണിക്കേണ്ടതാണ്. ഇതാണ് റഹ്മാൻ എന്നത്. ഇവിടെ നമ്മളിതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കിയിട്ട് യാ റഹ്മാൻ ഇർഹംനി, നമ്മൾ അഖീദൻ്റെ കിതാബ് ഓതുമ്പോൾ എല്ലാ മുസന്നിഫുകളും ഫഅലം റഹിമക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കിതാബ് തുടങ്ങുമ്പോഴൊക്കെ മുസന്നിഫുകൾ അത് പറയും. അതിൻ്റെ ആ വിശാല അർത്ഥത്തിലാണ് ഇത് എടുക്കുന്നത്. അള്ളാഹിൻ്റെ റഹ്മത്തുണ്ടെങ്കിലേ നമുക്കൊരു ഹൃദയത്തിൻ്റെ ഒരു വിശാലത കിട്ടുള്ളൂ. റഹ്മാൻ എന്നത് നമ്മൾ പഠിച്ചത് ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് ചെയ്യും, അങ്ങനെയല്ല. രണ്ടും. റഹീം എന്നത് അത് ഫഈൽ വസനിക്കാണ്, അത് ഇസ്മുൽ മുബാലഗയാണ്. ഏതായാലും ഇതിൻ്റെ ഇനി വസനിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് 3 ആശയങ്ങൾ ചേർന്നാലാണ് 2 തരം ഡിക്ഷണറി ഉണ്ട് കേട്ടോ അറബിയിൽ. നിങ്ങൾ കിതാബ് നോക്കുന്നവരോട് ഞാൻ പറയുന്നത്. ഒന്ന്, വാക്ക് നോക്കുമ്പോൾ അതിൻ്റെ നേരെ, ഇപ്പം നമ്മളെ കാമൂസ് മുഞ്ചിതൊക്കെ അതതിൻ്റെ ഒരു വാക്ക് കൊടുത്താൽ ആ വാക്കിൻ്റെ നേരെ അർത്ഥം പറയും. മൗലൂആയ ഡിക്ഷണറി ഉണ്ട്. നിങ്ങൾ ആ മൗലൂആയ ഡിക്ഷണറി എടുത്ത് നോക്കുകൊണ്ട് റഹീം, റാഹിം, മർഹൂം, റഹ്മാൻ എന്നതിന് കൊടുത്തത് 3 ആശയങ്ങൾ സമഞ്ജസമായി ചേർന്നാലാണ് റഹ്മാൻ എന്ന് കിട്ടുക. ഒന്ന്, അൽ ഹുസൂലു അലൽ മത്ലൂബിക്. അൽ ഹുസൂലു അലൽ മത്ലൂബിക്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു സഫലമാക്കട്ടെ. ഇപ്പം ഞാൻ ഒരാളോട് പറയാ റഹിമക്കുമുല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു സഫലമാക്കട്ടെ. അൽ ഹുസൂലു അലൽ മത്ലൂബിക്. പിന്നെ രണ്ടാമത്തെ ഒരാശയം അൻ നജാതു മിൻ മഹ്ദൂരിക്. മഹ്ദൂറിൽ നിന്ന് രക്ഷ ഉണ്ടാവണം. എന്താ മഹ്ദൂർ? ഒരുപാട് നമുക്ക് വിസിബിൾ അല്ലാത്ത സാധനമുണ്ട്. ഒരുപാട് ബാക്ടീരിയകൾ, ഫംഗസുകൾ, ഒരുപാട് മഹദൂറാത്തുകളുണ്ട്. എല്ലാ മഹദൂറാത്തിൽ നിന്നും അത് ജിന്ന്, സിഹിർ മാത്രമല്ല. ചില തഫ്സീറുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരുപാട് രോഗാണുക്കൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ. ഇപ്പം കൊറോണ വന്നു കണ്ടില്ലേ, നിപ്പ വന്നു കണ്ടില്ലേ, ഇതുപോലെ മാരകമായ പലതും എല്ലാ മഹദൂറാത്തിൽ നിന്നും
ചില തഫ്സീറുകളിലൊക്കെ എനിക്കൊണ്ട് ജലാലൈനൊക്കെ പറഞ്ഞത് തേള്, പാമ്പ് എന്നൊക്കെ. അത് മാത്രമൊന്നല്ല, എല്ലാത്തിൽ നിന്നും മഹ്ദൂറാത്തിൽ നിന്നുമുള്ള രക്ഷയാണ്. 3 അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്. അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്. ഒരാൾ പിന്നോട് പറയാ യാ അയ്യൂബ് റഹിമക്കുമുല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു പോയ ഇന്നലകളിൽ വന്ന ചെറിയതും വലുതുമായ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരട്ടെ എന്നാണ്. ഈ 3 ആശയങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് റഹ്മാൻ എന്ന് കിട്ടുക. അൽ ഹുസൂലു അലൽ മത്ലൂബിക് വൻ നജാത്ത് വൻ മഹ്ദൂരിക് അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്. ഈ 3 ആശയങ്ങളും സമഞ്ജസമായി ചേരുമ്പോഴാണ് ഈ റഹ്മാൻ എന്ന് കിട്ടുക. അത് നമ്മൾ ഖുർആൻ ഓതിയാലും കിട്ടും. അപ്പം ഇന്ന് ഇവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ, ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് സൂറത്ത് ഓതുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ മഅ്മൂമിങ്ങൾക്ക് ഇത്രയോളം സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് 2 കാര്യം ബോധ്യമാണ്. ഒന്ന്, ഷാഫി മദ്ഹബിൽ ഫാത്തിഹ നിർബന്ധമാണ്. 2, ഹനഫി മദ്ഹബ് പ്രകാരം ഫാത്തിഹ നിർബന്ധമല്ലെങ്കിലും ഇമാമിൻ്റെ ഓത്ത് കേട്ടാൽ തന്നെ മതി. വൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ. വൈദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ. ഇസ്തിമാഉ വേണം. സമഉം ഇസ്തിമാഉം വ്യത്യാസമുണ്ട് കേട്ടോ. സമഅ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അങ്ങാടിക്ക് പോയി എന്തൊക്കെയോ കേട്ടു, അത് സമഅൻ. ഇസ്തിമാഅ അങ്ങനല്ല. ചെവി കൂർപ്പിച്ച് നമ്മുടെ മനസ്സും വാതായനങ്ങളൊക്കെ തുറന്നു വെച്ച് കണ്ണും പൂട്ടിങ്ങനെ ഇരിക്കുക. നിങ്ങൾ എന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് ഇസ്തിമാഅ എന്ന് പറയുക. ഫൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ. സാഗൂതം ശ്രദ്ധിക്കുക. വ അൻസിതു എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിക്കാന്നല്ല, അതിന് ഉസ്കുത്ത് എന്നാ പറയാ. വ അൻസിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുപ്രഹോന അല്ലല്ല, നിങ്ങൾ എന്താണോ പറയുന്നത് മറ്റേത് ഞാൻ സാഗൂതം ശ്രദ്ധിച്ചു, ഞാനത് ജിൻ്റെ ജീവിതത്തിൽ പകർത്തും. അതാണ് വാൻസിത്തു, നിങ്ങളത് ചെയ്യണമെന്നാണ്. സാഗൂതം ശ്രദ്ധിച്ചു. ഇസ്തിമാവും പിന്നെ ഇൻസത്തും മുത്തറാദിഫായ മാനയായിട്ടാണ് ചില തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. മുത്തറാദിഫ് അല്ലെങ്കിൽ തന്നെ അറബി ഭാഷയിൽ വളരെ വളരെ കുറവാണ്. അറബി ഭാഷയിൽ മുത്തറാദിഫ് ഖലീലമ്മ വളരെ കുറവാണ്, അല്ലെങ്കിൽ നാദിറുൻ ഔ മഅദൂം എന്നാണ്. തീരെ ഇല്ലെന്ന് തന്നെ പറയണം മുത്തറാദിഫ്. മുത്തറാദിഫ് എന്നാണ്. ഇപ്പം നസറ എന്ന് ഉപയോഗിച്ചു കൊടുത്ത് അവന് ഉപയോഗിക്കാൻ പറ്റുമോ? അവന് ഉപയോഗിച്ചു കൊടുത്ത് ഔസ് ഉപയോഗിക്കാൻ പറ്റുമോ? നസ്തായി എന്ന് പറഞ്ഞു, അവിടെ പിന്നെ ഈ ഉപയോഗിക്കാൻ പറ്റുമോ? ഔസ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഇദാജ നസ്ർ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ ഔസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അറബിയിൽ മുത്തറാദിഫ് വളരെ വളരെ കുറവാട്ടോ. മുത്തറാദിഫ് ഇല്ല തന്നെ പറയേണ്ടി വരും. ഉദാഹരണം ഞാൻ ഒരു മുത്തറാദിഫ് കൂടി പറഞ്ഞ് അങ്ങോട്ട് പോവാം. ജലസ ഖഅദ. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന, ഖഅദ എന്ന മലയാളത്തിൽ ഇരുന്നു തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെ നിൽക്കുന്ന ഒരാളോടാണ് ഈ ജിലിസ് എന്ന് പറയുക. നിൽക്കുന്ന ഒരാളുടെ ഇക്കാദ് എന്ന് പറയൽ വളരെ വളരെ കുറവാണ്. ഇക്കാദ് എന്ന് പറയൽ കടന്ന് ഇങ്ങനെ ഇങ്ങനെ നീച്ചിരിക്കുക എന്ന് പറയുന്നതിനാണ് ഇക്കാദ് എന്ന് പറയുക. ഒരാൾ ഇങ്ങനെ കടക്കുകയാണ്, ഇക്കാദ് എന്നാ പറയുക. നിൽക്കുന്ന ഒരാളുടെ ഇസ്തരിഹ് ഇജ്ലിസ് എന്നാണ്. അവ രണ്ടും 2 മക്കാമാണ് സംഗതി. അപ്പോൾ മുത്തറാദിഫ് ഇല്ല, അത് വേറെ കാര്യം കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് പോട്ടെ. ഏതായാലും റഹ്മാൻ റഹീമിൻ്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഞങ്ങൾക്ക് ബിസ്മിൻ്റെ അർത്ഥം പറയാനല്ല ഞാൻ അതിലേക്ക് പോയത്, കാരണം അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾച്ചേർന്നതാണ് ബിസ്മിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒഴിവുള്ള സമയത്ത് തഫ്സീറുകളൊക്കെ പരതി നോക്കണം. ഇമാം റാസി എന്താ പറഞ്ഞത്, ഇബ്നു കസീർ എന്താ പറഞ്ഞത്, അതങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ വലിയ ആശയങ്ങൾ കിട്ടും. എല്ലാ തഫ്സീറും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ തഫ്സീർ പെടാണ്ട് കുറേ മുത്താലകൾ ചെയ്യാൻ പറ്റിയ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇതിവിടെ വെച്ച് ചതിൽ പിടിച്ച് പണ്ടത്തെ ആളുകൾ രാവും പകലും ഇരുന്ന് അത് മുത്താല ചെയ്യുമായിരുന്നു. മുത്താല ത്വാല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കറ എന്ന് പറഞ്ഞാലും പിന്നെ ഒക്കെ വായിച്ചു എന്ന് തന്നെയാണല്ലോ. മുത്താല എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം വായിക്കുന്നതിനാണ് അത് പറയുക, കറ പോലെയല്ല. ഏതായാലും അവിടെ കട്ടെ. ഇങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് പറയാനാണ് ഞാൻ വിനിയോഗിക്കുന്നത്. നിങ്ങൾ തഫ്സീർ പഠിക്കേണ്ടത് അറബി ഭാഷ നന്നായിട്ട് ആദ്യം പഠിക്കണം. അറബി ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലാഗ, ഫസ്വാഹ ഇതൊക്കെ ചേർത്ത് പഠിക്കണം. ഇവിടെ അത് പഠിക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ തുഹ്ഫത്തുൽ ഇഹ്വാന്, നഫായിസ്, മുഖ്തസർ, പിന്നെ മുത്തവ്വലുണ്ടോ, അങ്ങനെ ഇതൊക്കെ പഠിക്കുന്നത് അറബി സാഹിത്യമാണ്. അറബി സാഹിത്യം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അറബി സാഹിത്യം പഠിച്ചാലേ ഖുർആനിൻ്റെ ആയത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ.
ഇപ്പൊ ജിനാസ് അറിയാത്ത ഒരാൾ ഖുർആൻ വായിച്ചാൽ തെറ്റിപ്പോവും. ഇപ്പൊ ജബ്ബാർ മാഷ് ചോദിക്കുന്നുണ്ട്, അയാളുടെ ഒരു ഖുർആൻ ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ട്, ഈ ഖുർആനിൽ എന്തിനാണ് ഈ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തെക്കറാർ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെന്നെ ഈ ഒരർത്ഥമില്ലാതെ കുറേ വാക്കുകൾ ഇങ്ങനെ പറയുക. അത് തന്നെ അവസാനം കുറേ ഇങ്ങനെ ഒപ്പം പിന്നെ വാക്കുകൾ ഇങ്ങനെ ഇപ്പം മാണി മാ തന്നെ, മീമ പിന്നെ നൂനാണെങ്കിൽ നൂൻ തന്നെ. ഇതെന്തിനാണ് ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു മുഹമ്മദ് അർത്ഥമില്ലാത്ത കുറേ പറയാണ്. ഇതാരാ ഈ പറയണത്? ജബ്ബാർ മാഷക്ക് SLC 50% മാർക്ക് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ തന്നെ പറഞ്ഞ 50% മാർക്ക്. ഇപ്പം നിങ്ങൾ തന്നെ SLCയും +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 കൊല്ലമായി കിതാബ് ഓതാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഖുർആൻ്റെ വക്കത്തെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് തീരെ എത്തിയിട്ടില്ല. ഞാനൊക്കെ പഠിച്ച് മറന്നുപോയ സാധനമാണ്. അപ്പോൾ ഖുർആനിലെ സാഹിത്യം അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന്, ഖുർആൻ മനസ്സിലാവില്ല. അത് അയാളെ കുറ്റമല്ല. ഒരു ഇംറയിൽ കൈസിൻ്റെ ഒരു കവിതയുണ്ട്, ഖുർആൻ ഇങ്ങോട്ട് മാറിയിട്ട്. ഇംറയിൽ കൈസിൻ്റെ കവിത നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ജാഹിലിയ കവിത പഠിപ്പിക്കുമായിരുന്നു. അതെന്തിനാണ് പഠിപ്പിക്കുന്നത്? സാഹിത്യം പഠിപ്പിക്കാനാണ് അത് പഠിപ്പിക്കുന്നത്. ഇംറയിൽ കൈസ് ഒരു അവസാനത്തെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇമ്രൽ കൈസിട്ട് എവിടുന്നോ വരുമ്പോൾ 2 കൊള്ളക്കാർ ചാടി വീഴും. വീണിട്ട് അയാളെ സ്വത്തൊക്കെ കൊള്ളയടിച്ച് അയാളെ കൊല്ലാൻ നോക്കുമ്പോൾ ഇവർക്കൊരു കരുണ തോന്നും ഇമ്രൽ കൈസിനോട്. നിങ്ങൾക്ക് അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? അയാൾ പറയും, എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. നിങ്ങൾ എൻ്റെ പെൺകുട്ടികൾക്ക് ഞാൻ തരുന്ന ഒരു ചെറിയൊരു കുറിപ്പ് തരാം, അതിൻ്റെ പെൺകുട്ടികൾക്ക് ഒന്ന് കൊടുക്കും. അതാ ഇപ്പോൾ കാര്യം, അത് നീതിക്കോ, അത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളൂ, ഉറപ്പായിട്ടും കൊണ്ടുപോയി കൊടുക്കും. ഇംറൽ കൈസിൻ്റെ കയ്യിൽ പേനയും കടലാസും കൊടുത്തപ്പോൾ അയാൾ ഇംറുൽ കൈസി ഇന്നാ അബാകുമാ എന്നുള്ള സ്വദർ മാത്രം എഴുതി. ഒരു ബൈത്തിന് സ്വദറും അജ്സും ഉണ്ടാവുമല്ലോ, പാതി വരി മാത്രം എഴുതി. ഇംറുൽ കൈസി ഇന്നാ അബാകുമാ എന്ന് മാത്രം എഴുതി. ഇവർ ഈ കടലാസ് നോക്കിയിട്ട് ഇപ്പം ഇതിൽ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. ഇതങ്ങനെ മടക്കി 4 ദിവസം കഴിഞ്ഞ് ആ വീട് തേടിപ്പിടിച്ച് പെൺകുട്ടികൾക്ക് കൊടുത്തു. പെൺകുട്ടികളെ ചെന്ന് നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ ഇങ്ങനെ കോതമ്പ് ഇടിക്കുകയാണ്. 2 ആളിങ്ങനെ കൈ മാറ്റി കുത്തുമ്പോൾ വളിക്കവില്ലയ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതേമാതിരത്തെ ചൊല്ലിക്കൊണ്ട് അവർ കവികളല്ലേ, അവരിങ്ങനെ ഓരോന്നും ചൊല്ലിങ്ങനെ ഇടിക്കുകയാണ്. അപ്പോൾ നിങ്ങളാരാ മനസ്സിലായില്ല, ഞങ്ങളൊരു എഴുത്തുമായിട്ട് വന്നതാണ്, ഇത് നിങ്ങളെ വാപ്പ തന്നതാണ്. ആ കുട്ടികൾ 2ഉം കൂടി ഇതിങ്ങനെ നിർത്തി നോക്കി. അതിലിപ്പോൾ എഴുതിയ എന്താണ്? ഇംറുൽ കൈസി ഇന്നാ അബാകുമാ. ഉടനെ ആ കുട്ടികൾ പറയാണ് ഫഇന്നാ അബാകുമാ എന്ന് പറഞ്ഞ കത്തീലുൻ. കുട്ടികൾ പാടുകയാണ്, കത്തീലുൻ, എൻ്റെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പിന്നെ ലദൈക്കുമാ, നിങ്ങളെ ഈ മുന്നിലുള്ള 2 ആളാണ് കാത്തിലന്മാർ. ഈ കത്തീലാരാണ്? ഈ 2 കൊശവന്മാരാണ്, ഈ കോന്തന്മാരാണ് എൻ്റെ വാപ്പാനെ കൊന്നെന്ന്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ ഈ കുമി അവിടെ കുമാ എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്. പാതി എഴുതിയാൽ പാതിൻ്റെ കുട്ടികൾക്ക് മനസ്സിലാകുമെന്ന് ഇംറൽ കൈസിന് എങ്ങനെ മനസ്സിലായി? പാതി വായിച്ചപ്പോൾ എൻ്റെ വാപ്പ കൊല്ലപ്പെട്ടു, ഇവരാണ് കാത്തിൽ എന്നെങ്ങനെ ഈ കുട്ടികൾക്ക് മനസ്സിലായി? നിങ്ങൾ പറയും, എങ്ങനെ മനസ്സിലായി? ഇവിടെയാണ് അറബി സാഹിത്യം പഠിച്ചാലേ ഖുർആൻ പഠിക്കുള്ളൂ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സൂറത്തു ഖാഫല്ലേ ഞാൻ ഓതി വെച്ചത്, അതിലൊരു വെയ്ത്തുണ്ട്, ആ ഒരായത്ത് മരിച്ച് മണ്ണായി, എല്ല് നുരുമ്പിച്ച് മണ്ണായി പോയാൽ എന്തിനാ വരിക? ഇസ്തിഫഹാമിനാണ് അല്ലേ? ഇതാന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ക്ലോസിനാണ് അത് ഉപയോഗിക്കുക. ഇതാ മിത്ന വകുന്ന തുറാബൻ, ഇങ്ങനെ ആയാൽ നബ്അസ് എന്നവിടെ ഖുർആനിൽ ഇല്ല. അത് ഇവിടുന്ന് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആ ഇദാ മിത്ന വകുന്ന തുറാബൻ നബ്അസ്. അപ്പോൾ ബ്രാക്കറ്റിൽ നബ്അത്ത് എന്ന്, ഇത് എല്ലാവർക്കും അറബി അറിയില്ലല്ലോ, അപ്പോൾ ബ്രാക്കറ്റിൽ നബ്അത്ത് എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാതെ ഖുർആൻ ഉണ്ടോയെന്ന് എന്താണ് MT വാസുദേവൻ നായർ ചോദിച്ചു എന്നാണ് പിന്നെ ജബ്ബാർ മാഷ് പറയുന്നത്. ഖുർആൻ ഒരു ക്ലാസിക്കൽ കിതാബ് ബ്രാക്കറ്റും അടിക്കുറിപ്പില്ലാതെ പരിഭാഷപ്പെടുത്താൻ, നമ്മൾ കഥയും നോവലും എഴുതും പോലെയാണോ ഖുർആന്? കഥക്കും നോവലിനും അങ്ങനെ വേണ്ട. ക്ലാസിക്കൽ ഇതിനിങ്ങനെ വേണം, സാഹിത്യം പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അറബി ഭാഷ പഠിക്കണം. ഈ പിന്നെ ജിനാസ്, ഇതാണല്ലോ ഈ ആവർത്തനം എന്ന് പറഞ്ഞത്. ജിനാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മോനെ? നിങ്ങളിതാ പോകുന്നത് ജിനാസ്
അറബി സാഹിത്യത്തിലൊരു സംഗതിയാണ്. ജിനാസ് താമുണ്ട്, ജിനാസ് നാക്കിസും ഉണ്ട്. ജിനാസ് താമും നാക്കിസും ഉണ്ട്. താം എന്താണ്? ഇപ്പൊ നോക്കൂ, സമിഅ്തു മിൻഹു ഖൗലൻ വ ഖൗല. സമിഅ്തു മിൻ, ഞാൻ കേട്ടു. ഖൗലൻ വ ഖൗലൻ, ഒരേ വാക്ക് അതേപോലെ ആവർത്തിക്കുകയാണ്, ഒരു മാറ്റമില്ലാതെ. അതിനാണ് ജിനാസ് താം എന്ന് പറയാം. അപ്പം എന്താ അർത്ഥം കിട്ടുക? ഓരോരോരോരോരോ വാക്കൊന്ന് കിട്ടും. ജിനാസ് നാക്കിസ് എന്നായാലോ, നാക്കിസ് എന്ന് പറഞ്ഞപ്പോൾ മലക്കൻ മലിക്കൻ എന്നിങ്ങനെ പറഞ്ഞു. മലക്കൻ മലിക്കൻ, എഴുത്തിൽ ഒരുപോലെ ഉണ്ടാവും, ആശയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരുപാട് മേഖലയാണ്. തിബാക്ക് പഠിച്ചാത്ത ഒരാൾ വിപരീത ആശയങ്ങൾ ഒരു കലാമ് കൊണ്ടുവരാണ്. ഇപ്പം വദഹബ, പിന്നെ യുഹി വയുമീത്, ഇങ്ങനെ കൊണ്ടുവരും ചില കലാമിൽ. കലാമിൽ നിന്ന് എടുത്താൽ ബോറായിട്ട് തോന്നും. ഈ തിബാക്കൊക്കെ പഠിക്കാതിരുന്നാൽ വലിയ വിഷമമാണ്. സാഹിത്യം പഠിക്കേണ്ടതുണ്ട്, സാഹിത്യം പഠിക്കണം. ഇവിടെ മന്തിക്ക് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? മന്തിക്ക് പഠിച്ചാൽ കുറച്ചും കൂടി കാര്യമാണ്. കാരണം ആമ്, അഹസ്, മുത്തലക്ക, അഹസ്, മിംവജിഹി, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ഷറഹു തഹദീബ് ഞാൻ ഓതുന്ന കാലത്ത് അതിൻ്റെ മത്തിന് കാണാണ്ട് പഠിക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പഠിക്കണത് എന്തിനാ? ഒരാൾ മന്തിക്ക് മനസ്സിലായില്ല എന്ന് വിട്ടുക, മന്തിക്ക് അറിയാത്ത ഒരാൾ ഖുർആൻ വായിച്ചാൽ തെറ്റിപ്പോവും. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. തബ്ബത് യദാ അബൂ ലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുല്ല് പറഞ്ഞിട്ട് ജുസ് പറഞ്ഞ് ബാദ് മുറാദാണ് അല്ലേ? ജുസ് ആണ് പറഞ്ഞിട്ടുള്ളത്. തബ്ബത്ത് അബൂ ലഹബിനെ തുടങ്ങിയോട്ടെ എന്നല്ലേ? അത് തന്നെ തബ്ബത്തിന് വേറൊരു മാനാണ്. ഇങ്ങനെ നോക്കൂ, ഇപ്പം ഒരുപാട് ഇതൊക്കെ സാഹിത്യം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോണില്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളെ ഒഴിവ് സമയം രാവും പകലും ഇരുന്ന് തന്നെ പഠിക്കണം. അങ്ങനെ കുറച്ച് കാലം പഠിച്ചാൽ മതി. പിന്നെ തന്നാലും നിങ്ങൾക്ക് കിട്ടും, അള്ളാഹുവിൻ്റെ നൂറ് നിങ്ങൾക്ക് കിട്ടും. അത് അള്ളാഹുവിനോട് നമ്മൾ പറയണം. പഠിച്ചോനെ ഖുർആൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പഠിച്ചോനെ തൗഫീക്ക് ചെയ്യണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് അള്ളാഹു തരും. പക്ഷെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അതിങ്ങനെ 2-3 വട്ടം വായിച്ചിട്ട് നിർത്താൻ പോലും നമ്മളെ മനസ്സിൽ അത് ഇങ്ങോട്ട് ഉറച്ചു കിട്ടണം. ഏതൊരു ഇബാറത്ത് ഇങ്ങോട്ട് പറഞ്ഞാലും അത് ഇന്നതാണ് ഇബാറത്ത്, അതിങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഉറച്ചിങ്ങോട്ട് വരണം. അതിനെന്ത് വേണം? നിങ്ങൾ നിരന്തരം വായിക്കണം. പ്രത്യേകിച്ച് തഫ്സീർ വായിച്ചാൽ തന്നെ തഫ്സീറുകളിൽ പല തഫ്സീറുകളിലും അവർ തന്നെ ഇതാക്കി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതില്ല. അധികം മുഫസ്സറുകളും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റാസിയൊക്കെ വായിച്ചാൽ റാസിക്ക് കുറേ കുഴപ്പങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നാലും നല്ലൊരു ഇജ്തിഹാദി തഫ്സീറുകൾ കുറേ ആയിട്ടുണ്ട്. ഒന്ന് അഖ്ലിയായ തഫ്സീറുണ്ട്, റഅയ്യുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഖുർആൻ പഠിച്ചാൽ യുക്തിവാദികളോ നിരീശ്വരന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഖുർആൻ വിമർശിക്കുമ്പോൾ അവരൊന്നും ഇങ്ങനെ പ്രതലത്തിലൂടെയാണ് പോയിട്ടുള്ളൂ, ആയത്തിൽ പോയിട്ടില്ല. നമ്മൾ ആയത്തിൽ പോകാൻ വേണ്ടത്. നമ്മൾ ഓലെ പിന്നാലെ പോയാൽ നമ്മളെ സമയം നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു, നമ്മളതിൻ്റെ പിന്നാലൊന്നും പോകേണ്ട കാര്യമല്ല. നമ്മൾ ഖുർആൻ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ മുത്താലിമീങ്ങൾ നിങ്ങൾ വിലപ്പെട്ട സമയം ഖുർആനിനെ തന്നെ ഗവേഷണം ചെയ്യുക, അത് പഠിക്കുക. അതിലുള്ള ഓരോ വാക്കും ആ വാക്ക് ഇപ്പം ഇന്ന് നമ്മൾ അവിടെ പോന്നപ്പോൾ അറിയാം, നമ്മുടെ നദ്വി അവിടെ ഓതി ആയത്തതാണ് സൂറത്ത് തൗബയുടെ അവസാന വചനമാണ് അല്ലേ? ലമ്മ നഫറ അല്ലേ? നഫറയും ദഹബയും തമ്മിലുള്ള വ്യത്യാസം എന്താ? തഫ്സീർ ഓതുമ്പോൾ അറിയാം. ലമ്മ ദഹബ അല്ലെങ്കിൽ ലമ്മ ജാ നഫറ എന്നൊക്കെ പറയുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? സാധാരണ ഒരു വിഷയത്തിൽ അഗാധമായി ത്യാഗം സഹിച്ചിറങ്ങുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ വെറുതെ വീട്ടിൽ വന്നു പോയി അങ്ങാടി പോയി ആടിന് വാങ്ങാൻ പോയി, ഇപ്പോൾ മുട്ടായി വാങ്ങാൻ പോയി എന്നൊക്കെ പറയും പോലെയാണ്. മറ്റതങ്ങനെയല്ല, വളരെ ത്യാഗം ചെയ്ത് വളരെ മനക്കെട്ട് പോകുന്നതിനാണ്. ഇമാം റാഗിബിൻ്റെ മുഫറദാത്തിൻ്റെ മുഖദ്ദിമങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഇമാം റാഗിബ് തൻ്റെ മുഫറദാത്തിൻ്റെ മുഖദ്ദിമയിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഓരോ വാക്കുകൾ എങ്ങനെയാണ് വ്യതിരിക്തമാവുന്നത്, അതെങ്ങനെ പഠിക്കണം എന്ന് അദ്ദേഹം അതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂണ്ടി. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഞാൻ ആകെ പറയാൻ വിചാരിച്ചത് ഇന്നിപ്പോൾ നിങ്ങളോട് എന്താ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി സൂറത്തുർ റഹ്മാൻ കൊണ്ട് തുടങ്ങിയപ്പോൾ ഞാനും ഖുർആനിലേക്ക് കയറിയതാണ്.
അപ്പോൾ ഖുർആൻ പഠിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. നാളെ ഈ സമൂഹത്തിലോട് ഖുർആനിലൂടെ ദഅവത്ത് ചെയ്യണം. നബി ഇവിടുത്തെ ബയോളജി പഠിച്ചതിന് ശേഷമല്ല ദഅവത്ത് ചെയ്തത്, ആണോ? സ്വഹാബത്തും അങ്ങനെയാണോ? ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യമാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ നബി ഖുർആൻ ഓതിയിട്ട് തന്നെയാണ് തൻ്റെ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. ഖുർആൻ തന്നെ ഓതിയിട്ട് ഇങ്ങനെ ആളുകളിലേക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കുറേ ഖുർആൻ പണ്ടൊക്കെ ഇങ്ങനെ എന്നും യുക്തിവാദി ആയിരിക്കുമ്പോഴും ഞാൻ 2 പേജ് ഖുർആൻ ഓതും. ഞാൻ ആദ്യമുള്ളൊരു ശീലമാണ്. 2 പേജ് വെറുതെ രാവിലെ എന്നും 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ശീലമായി വന്നതാണ്. അങ്ങനെ എന്നിട്ട് നിസ്കരിക്കൊന്നുമില്ല. ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതും കുറച്ച് നേരം. അപ്പോൾ ഞാൻ വാതിലടച്ചിട്ട് ഓതുക. അപ്പുറത്തിൻ്റെ പെണ്ണുങ്ങൾ ഇപ്പം ഇയാൾക്ക് ഈമാനായിട്ട് വന്നൊന്നും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓതും. ഞാനിത് ഓതുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഓരോ വട്ടം വായിക്കുമ്പോൾ എനിക്ക് പുതിയ പുതിയ വിമർശനങ്ങളാണ് അന്ന് കിട്ടിയിരുന്നത്. ഞാൻ അന്നത് വായിക്കുന്നത് പുതിയ വിമർശനങ്ങൾ കിട്ടാനാണ്. ആരെങ്കിലും എഴുതി വെച്ച വിമർശനം പറ്റൂല, നമുക്കത് വിമർശനമായി തോന്നണമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അന്ന് വായിച്ചപ്പോൾ നോക്കൂ, നമ്മൾ എന്തൊന്നാണോ വിചാരിക്കുന്നത് അതിലേക്ക് അള്ളാഹു എളുപ്പമാക്കി തരും എന്ന് പറഞ്ഞാൽ ശരിയാ. അതിങ്ങനെ കുറേ ഖുർആൻ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പല ശക്കും തോന്നും, ശരിയാണ്. പക്ഷെ ഞാൻ മൈക്കിൻ്റെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിവിടെ മുസ്ലിങ്ങളെയും ഖുർആനെയൊക്കെ കുറ്റം പറഞ്ഞ് ഇസ്ലാമിൽ തലവെട്ടാനാ പറഞ്ഞിട്ടുള്ളത്, അത് വെട്ടാനാ പറഞ്ഞ് ഇത് വെട്ടാനാ, അങ്ങനെ ഞാൻ കുറേ ഇല്ലാത്തത് പറഞ്ഞാൽ തലവെട്ടുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്കുണ്ടായാൽ അയ്യൂബിൻ്റെ തലയും വെട്ടൂലേ? എൻ്റെ പേരും കാനേഷ് കുമാരി മുസ്ലിമാണ്, അയ്യൂബാണ്. എൻ്റെ അമ്മാനെ ഒരു തല വെട്ടൂലേ? എൻ്റെ എല്ലാവരും ഒരു വെട്ടും. ഞാൻ എന്തിനാണ് അതിന് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യം, എനിക്ക് ഇസ്ലാം മത വിമർശനമൊക്കെ ഉണ്ടെങ്കിൽ ഞാനതെന്താക്കും, ഇതേമാതിരി മൊയ്തേമാർ എന്നോട് ടേബിൾ ടോക്കിന് വരും. ഞാൻ ചിലപ്പോൾ ഇരുന്ന് പൊരിച്ചു എന്നൊക്കെ വരും. ഞാൻ നന്നായിട്ട് ചിലപ്പം തർക്കിക്കും. എൻ്റെ നാട്ടിൽ ഞാൻ മാത്രമാണ് പള്ളിയിൽ പോവാത്ത ഏക യുക്തിവാദി. അപ്പോൾ ആൾക്കാരിങ്ങനെ പുതിയ മുസ്ലിയാക്കന്മാർ പള്ളിയിൽ ഖുത്ബക്ക് വരുമ്പോൾ പള്ളിയിൽ ആൾക്കാർ നാട്ടിൽ നിന്ന് പറയും, ഒരാൾ ആ ക്ലബ്ബിലിരിക്കുന്നുണ്ട്, ആ വായനശാലയിൽ, അയാൾ അയ്യൂബാണ്, അയാൾ ഇവിടുത്തെ ഒരു ശൈത്താനാണ്. അപ്പോൾ മൊയ്ലേർക്ക് തോന്നും ഒക്കെ പഠിപ്പിൻ്റെ കുറവാണ്, നമുക്കൊന്ന് ശരിയാക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഭാര്യയോട് പറയും, ലേശം കട്ടൻ ചായ ഒടുക്കി, കട്ടൻ ചായയൊക്കെ കൊടുത്ത് തിന്നിട്ട് പോലെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ പറഞ്ഞ അവിടുന്ന് തന്നെ ഞാനും അങ്ങോട്ട് തുടങ്ങും. അവരൊരായത്ത് ഒതിയാൽ ആ ആയത്ത് തന്നെ മതിയാവും എൻ്റെ വിമർശനത്തിനും. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പറയുമ്പോഴേക്ക് ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ ഒറ്റ ഓട്ട, പിന്നെ പോയടുത്ത് പുല്ലും കൂടി മുളക്കൂല. ഇത് നാട്ടിൽ പതിവായപ്പോൾ ഞാൻ തന്നെ പ്രസിഡന്റിനോട് പറഞ്ഞു, ഇതൊക്കെ ആളുകൾക്ക്, എനിക്കൊരു അറിവില്ല, പക്ഷെ ആളുകൾ പറയും അയ്യൂബിനോട് പോയിട്ട് കാര്യമില്ല കേട്ടോ, വെറുതെ നമ്മുടെ ആ സമൂഹത്തിൻ്റെ ഈമാങ്ങൾ കളയരുത്, ഇവിടെ മുസ്ലിങ്ങൾ ധാരാളം വേണം, ഞാനിവിടെ സ്വതന്ത്രമായി നിന്നോട്ടെ, നിങ്ങൾ എന്താണ് എൻ്റെ ആചാര്യ, അത് ഈ കുതിരകൾക്ക് മനസ്സിലാവേണ്ട അയ്യൂബെ എന്നിട്ട് പറയും. ഞാൻ പറയും, അങ്ങനെ ഞാൻ കൂട്ടിയിട്ട് വരണ്ട, എൻ്റെ അടുക്ക് ചായ കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല, വരുന്ന ഒരാൾക്ക് ചായ കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല പ്രശ്നം. ആളുകൾക്കത് ആദ്യമായിട്ടാണ് യുക്തിവാദം കേൾക്കുന്നത്. ഇങ്ങോട്ട് തഹസീലൊക്കെ എഴുതി അഹ്സനി, സക്കാഫി, മാലിക്കി ഇങ്ങനെ പറഞ്ഞ് ഓരോ ബിരുദമായിട്ടുണ്ട് വരികയാണ്. സുന്നി മുജാഹിദ് തർക്കിച്ച് പഠിച്ചിട്ടുണ്ടാവും, യുക്തിവാദികളെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഇതറിയുക. അതുകൊണ്ട് നമ്മളെന്ത് വേണം, യുക്തിവാദം പഠിക്കണം, പക്ഷെ ഇങ്ങനെ പഠിച്ചുകൂടാ. യുക്തിവാദിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്. കാരണം നമ്മൾ ഒരു വേഗം നമ്മളെ എന്തെങ്കിലും ദൗർബല്യത്തെ പിടിച്ച് നമ്മളെ മേലെ നിന്നാൽ നമ്മളെ മനസ്സിലും തോന്നും ഇപ്പം എന്തേക്കാരപ്പം അതിന് ഉത്തരം. അത് വലിയ നമുക്ക് വിശ്വാസം വരും. അത് പഠിച്ച ഒരാളെ പറഞ്ഞേക്കാൻ പാടുള്ളൂ, നമ്മൾ അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ കേൾക്കാൻ പോകരുത്. അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ, പക്ഷെ അതെന്താണെന്ന് അറിയാം, അള്ളാഹു നോക്കൂ, മുർത്തദിന് അള്ളാഹ് കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാം. ഇസ്ലാമിൽ നിങ്ങൾ ഫിഖ് ഓതില്ലേ, മുർത്തദിന് കൊടുക്കുന്ന ശിക്ഷ എന്താ? മുർത്തദ് സസാ ഇസ്ലാമി കാനൂൻമേ, മൗദൂദിന്റെ പുസ്തകത്തിന്റെ പേരാത്. എന്താണ് ആ ശിക്ഷ? കഠിനമായ ശിക്ഷയാണ് റിദ്ദ, അല്ലേ? ഞാനിങ്ങനെ ഇസ്ലാമിക്ക് വന്നപ്പോൾ കുറേ യൂട്യൂബർമാരിട്ട വീഡിയോ എന്താണെന്നറിയോ, അയ്യൂബിന്റെ വലത്തെ കൈയും ഇടത്തെ കാലും ഞങ്ങൾ വെട്ടൂല, അങ്ങനെ ആക്കൂല, അയ്യൂബിനെ കൊല്ലൂല എന്നൊക്കെ പറഞ്ഞു. കാരണം ഇസ്ലാമിൽ മതം വിട്ടാൽ ഇതാണ്, അതുപോലെ യുക്തിവാദം വിട്ടാൽ ഇങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഇതിന് മറുപടി പറയണമല്ലോ. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ ഇസ്ലാം മതം വിട്ടു എന്നതിൻ്റെ പേരിൽ ഇങ്ങനത്തെ ശിക്ഷയൊന്നുമില്ല. വലത്തെ കയ്യോ ഇടത്തെ കാലും വെട്ടാന്നോ
കൊല്ലാന്ന് പോലും ഇല്ല. അപ്പൊ ഫിഖിന്റെ കിതാബിലുണ്ടല്ലോ എന്ന് മുന്നിലുള്ള ഒരാൾക്ക് വസ്വാസ് തോന്നി, എനിക്കറിയാം. അപ്പൊ ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞു, ഫിഖിന്റെ കിതാബിലുണ്ട്, ശരിയാണ്. പക്ഷെ ഖുർആനിൽ ഒരു നിയമമുണ്ട്, ആമനു സുമ്മ കഫറു. നിങ്ങൾ ഒരിക്കൽ വിശ്വസിച്ചു, പിന്നെയും കാഫറായി, പിന്നെയും വിശ്വസിച്ചു, പിന്നെ സുമ്മസ്ദാദു കുഫറ. അത് ഖുർആനിൽ 3-4 സ്ഥലത്തുണ്ട്. രാഫിലിങ്ങളില്ലേ, ആദ്യം കാഫറായി, ആദ്യം മുസ്ലിമായി. പിന്നെ കാര്യം എടുത്തോളൂ, ആദ്യം പക്കാ മുഅ്മിനായിരുന്നു, പിന്നെ അയാൾ കാഫറായി. പിന്നെ തല വെട്ടിയ, പിന്നെ മുസ്ലിമാകളുടെ തല എവിടെ ഉണ്ടാകുക? വെട്ടിക്കളഞ്ഞില്ലേ നിങ്ങൾ? പിന്നെയും വിശ്വാസിയായി എന്നാണ്. അപ്പൊ ആദ്യം തന്നെ കാഫറായപ്പോ അതാ കിടക്കണം തന്നെ വെട്ടിയാലോ? അപ്പൊ പറഞ്ഞത് അതല്ല, കേവലം ആശയപരമായ മാറ്റം ചേരുന്നതിന് പിന്നെന്തിനാ നമുക്ക് ഇത്രയും വലിയ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ 10-15 കൊല്ലം കിതാബ് ഓതേണ്ട കാര്യം എന്തെയ്യുന്നു? ഒരു മതം വിട്ട ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി ഹിദായത്ത് കൊണ്ടുവരാൻ കഴിയൂലെങ്കിൽ, തലവെട്ടലാണ് ഇതിന് പരിഹാരമെങ്കിൽ, പിന്നെ എന്തിനാ അവിടെ യൂണിവേഴ്സിറ്റികളും ഈ പള്ളി ദർസും ഈ ആളുകളൊക്കെ പഠിക്കേണ്ട കാര്യം എന്തിനാണ്? വെട്ടുകല്ല് പോലുള്ള ഈ കിതാബൊക്കെ എന്തിനാണ്? ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എന്തിനാ? തലണ്ട് വെട്ടുന്നതിന് ഇതൊക്കെ വേണ്ടതുണ്ടോ? പറഞ്ഞത് എന്താണ്? തലവെട്ടാൻ പറഞ്ഞ കാര്യം രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തതിനാണ്. അതാണ് ഫിഖ്ഹിൽ പറയുന്നത്. മതം വിട്ടു നല്ല പേരിലല്ല. മതം വിട്ടപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ ചെയ്യുന്ന എന്താണ്? ഇസ്ലാമിക് ഫോബുകളായ ഡയലോഗുകൾ. ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ തമ്മിൽ തല്ലാൻ ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നവർ, അതിന് ശിക്ഷ ഇസ്ലാമിൽ കൊല്ലൽ തന്നെയാണ്. അത് തർക്കമൊന്നുമില്ല. അത് ആര് ചെയ്താലും ആ റിദ്ദക്കുള്ള ശിക്ഷ അതന്നെയാണ്. ഇന്ത്യ രാജ്യത്ത്, ഇസ്ലാം വിട്ടോളൂ, ഇന്ത്യ രാജ്യത്ത് രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്താൽ എന്താ ശിക്ഷ? ഇതന്നെയാണ് ശിക്ഷ, കൊല്ലുതന്നെയാണ്. ഇസ്രായേൽ, അമേരിക്ക, നിങ്ങൾ ഏത് രാജ്യം എടുത്തോളൂ, രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്താൽ ഇസ്ലാമിലെ പിന്നെ ഇളവുള്ളത്. അയാളെ തെറ്റ് ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിക കോടതിയിൽ അവസരം കൊടുക്കുന്നുണ്ട്, മാപ്പ് തിരിച്ചു മടങ്ങാൻ അവസരം കൊടുക്കുന്നുണ്ടൊക്കെ ഉണ്ട്. അവിടെ അതുപോലും ഇല്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, ഓരോന്നിനെയും അതിൻ്റെ അളവിൽ വേണം പഠിക്കാൻ. ഇപ്പം ജബ്ബാർ മാഷിൻ്റെ ഒരു വീഡിയോ ഞാൻ വെള്ളം കൂടി കുടിച്ചിട്ട് പറയാം. പണ്ട് ചാത്തപ്പനായി ജീവിച്ച ആളാണ്, ഇപ്പം ആകുന്ന അത്ര സുന്നത്തൊക്കെ എടുക്കാച്ചിട്ടാണ്. അപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഒരു വീഡിയോ, അതുകൂടി ഞാൻ പറഞ്ഞത് ഫിഖ്ഹാണ്. ജബ്ബാർ മാഷിൻ്റെ ആ വീഡിയോയിൽ അത് 20ഓളം വീഡിയോ ഉണ്ടത്. ആ വീഡിയോ അവലംബിച്ചുകൊണ്ട് മനുജ മൈത്രി എല്ലാവരും, കുറേ ആളുകൾ പേരെന്ന് പറഞ്ഞില്ല, എല്ലാവരും കൂടി 100ഓളം വീഡിയോ ഉണ്ട്. എന്താ വീഡിയോയുടെ തംബ്ലൈനുകൾ വെക്കണമെന്നറിയോ? ഇസ്ലാമിൽ വിവാഹമേ ഇല്ല, ഇസ്ലാമിലുള്ളത് വ്യഭിചാരം മാത്രം. ഇതാരെ പോരിപ്പിക്കാനാണ് ഈ തംബ്ലൈൻ ഇടുന്നത്? കുറേ ഫോളോവേഴ്സായൊക്കെ കിട്ടണം. അതാരാ ഇങ്ങനെ ഇസ്ലാമിന് ഇങ്ങനെ വെച്ചാൽ ആരാ കാണാൻ പറ്റുക? നിങ്ങൾക്ക് അറിയാലോ. ഇസ്ലാമിൽ നിക്കാഹ് മാത്രം, വിവാഹമില്ല, ഇങ്ങനെ കുറേ വീഡിയോ ഉണ്ട്. എന്താ ഇപ്പം ഈ വീഡിയോയിലുള്ള? ഞാൻ അയാളെ സംവാദത്തിന് മുമ്പ് അയാളെ കുറച്ച് വീഡിയോ കണ്ടിട്ട് വേണമല്ലോ അയാളോട് സംസാരിക്കാൻ. എൻ്റെ വിഷയം സംവാദത്തിലേക്ക് വരാൻ പ്രേരണമായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു റാഷണൽ ക്ലബ്ബുകാർ എറണാകുളത്ത് ഒരു പരിപാടി വെച്ചു. സദസ്സിൽ നിന്ന് ഒരു മൊയ്ലേർ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഒരു മൊയ്ലേരുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് ഇങ്ങനെ അയാളെ കൈനെ കുറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ആ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മൾ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ആൾക്ക് ഡ്രൈവിങ് അറിഞ്ഞിരിക്കണം, വേണ്ടേ? ഞാൻ നിങ്ങൾ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വരുന്ന ആളാണ്, എനിക്ക് ഡ്രൈവിങ് അറിയില്ല. ഡ്രൈവിങ് അറിയാത്തവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് അറബി ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, ഞാൻ ഖുർആൻ ക്ലാസ്സാണ് എടുക്കുന്നത്, അതെങ്ങനെ ശരിയാവുക? ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾക്കല്ലേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഡ്രൈവിംഗ് അറിയാത്തവർ ഡ്രൈവിംഗ് സീറ്റിൽ വലിച്ചിട്ട് 4 ചവിട്ടും കൂടി നമ്മൾ കൊടുക്കും. അയാളെ കൊണ്ടുള്ള പ്രശ്നം എന്താ? ട്രാഫിക് നിയമം അറിയില്ല, ഈ വണ്ടീൻ്റെ ഇയാൾക്ക് അറിയാത്തതുകൊണ്ട് അപ്പുറത്തെ വണ്ടിയുമായി കുത്തും, അയാൾ വേറെ ഒരു ആവശ്യത്തിന് പോകുമായിരിക്കാരം, നാശം ഉണ്ടാക്കും അവിടെ. അപ്പം 4 ചവിട്ടും കൂടി പിടിച്ചു കൊടുക്കും. അപ്പം അതുകൊണ്ട് ഡ്രൈവിംഗ് അറിയാതെ ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്ക് അറബി ഭാഷ അറിയണം. അയാൾ ഖുർആൻ വിമർശനം എന്നല്ല പറയുന്നത്, ഖുർആൻ പഠന ക്ലാസ് എന്നാണ് പേര്.
ഒരു പഠനം. അപ്പോൾ അയാൾ പറഞ്ഞു ഗൂഗിളിൻ്റെ സഹായത്തിൽ പഠിച്ചൂടെ, പരിഭാഷ വെച്ചിട്ട് പഠിപ്പിച്ചൂടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരാളെ സംസ്കൃത അധ്യാപകനായിട്ട് നിങ്ങൾ സ്കൂളിൽ നിയമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കും? നിങ്ങൾക്ക് സംസ്കൃതം അറിയോ? സംസ്കൃതം ഒന്നും അറിയില്ല, ഞാൻ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി പഠിപ്പിക്കും, അതിൻ്റെ പരിഭാഷ വെച്ച് പഠിപ്പിക്കും, ഒരു 2 അടി കൂടി ഞാൻ വെച്ച് കൊടുക്കും, പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ എന്നെ കണ്ടുപോയതെന്ന് പറയും അല്ലേ, സ്കൂളിൽ നിർത്തും നമ്മൾ. ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് എന്ത് മണ്ടത്തരാന്ന് ചോദിച്ചു. ജബ്ബാർ മാഷ്കായിട്ട് പൊള്ളി, കാരണം എൻ്റെ ഈ ശൈലി. ജബ്ബാർ മാഷ് അയ്യൂബിനോട് സംവാദത്തിന് തയ്യാറെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കിയപ്പോൾ ഞാനത് സ്വീകരിച്ചപ്പോൾ സംവാദവേദിയിൽ അയാൾ വരുമ്പോൾ നമ്മൾ എന്താക്കണം, അയാളെ ക്ലാസ്സാണല്ലോ വിഷയം. ഞാൻ 4-5 വീഡിയോ കണ്ടു. അതിൽ മഹിർ കണ്ടു. മഹിർ വീഡിയോ ജബ്ബാർ മാഷിൻ്റെ നമ്മളൊരു മുസ്ലിയാരെ പ്രസംഗം 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ എനിക്ക് തോന്നുന്നു അരമണിക്കൂറായിട്ട് പോലും ആരും കാണുന്നില്ല. ഒരു മൊയ്ലേരെ പ്രസംഗം ഒന്നും ആരും കാണില്ല. ജബ്ബാർ മാഷിൻ്റെത് 2.5 ലക്ഷമൊക്കെ ആൾക്കാരൊക്കെ കാണുന്നത്. അത് പിന്നെയും ആൾക്കാർ ഫേസ്ബുക്കിലിട്ട് അതിലേറെ ആൾ കാണുകയാണ്. അപ്പം ഇത്രയും ആളുകളത് കാണുന്നു. ഇതര മതസ്ഥർ വിചാരിക്കുന്നത് ഇയാളെന്തോ അറബി പണ്ഡിതനാണ്. അബുൽ അല മൗദൂദിയുടെ ഖുർആൻ പരിഭാഷ, പിന്നെ അമാനി മൗലവിൻ്റെ പരിഭാഷ, ഈ ജബ്ബാർ മൗലവിൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞ് നാളെ അത് പുസ്തകമാക്കി ഇറങ്ങിയാൽ ഈ സമൂഹം വ്യതിചലിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു പിത്തനുണ്ടാവും. അതുകൊണ്ട് ഇത് നേരിട്ടേ പറ്റൂന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കാരണം ഞാൻ അയാളപ്പോൾ കൂടെ 10-15 കൊല്ലം ഉണ്ടായ ആളാണ്. ഞങ്ങൾ അയാൾക്ക് ഖുർആൻ പഠിപ്പിക്കുക എങ്ങനെ വെച്ചാൽ അറബി, ഈ മലയാളത്തിൽ അറബി എഴുതും. നമ്മൾ അറബി മലയാളം എന്ന് കേട്ടില്ലേ, അതേമാതിരി മലയാളത്തിൽ തന്നെ എഴുതും. അലിഫ് ലാം മീം ദാലിക്ക എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് അപ്പോൾ ആളുകൾക്ക് അറിയാം. എല്ലാവരും വിചാരം ഇയാളെന്തോ നല്ല പഠിച്ച ആളെന്നാണ്. എനിക്കൊക്കെ അല്ലേ അറിയുള്ളൂ. 10-15 കൊല്ലം അയാൾക്ക് അറബി അറിയില്ല എന്നുള്ളത് പൊതിഞ്ഞു കൊണ്ടുവരുന്നു ഞങ്ങൾ. അങ്ങനെ ഞാൻ ഇയാളുടെ ഈ ഭാവിയിൽ മുസ്ലിം സമൂഹത്തിന് പിന്നെ പ്രയാസം ഉണ്ടാകുന്നുണ്ടപ്പോഴാണ് ഞാനത് ഏറ്റെടുത്തത്. അപ്പം ഞാൻ ഈ വീഡിയോ കാണാൻ ശ്രമിച്ചപ്പോൾ ഫത്ഹുൽ മുഈനിൻ്റെ മലയാള പരിഭാഷയിൽ മഹിർ എന്ന് പറഞ്ഞാൽ വേശ്യ കൊടുക്കുന്ന സംഖ്യ എന്നുണ്ട് എന്ന് നമ്മളെ KVM പന്താവൂരിൻ്റെ മലയാള പരിഭാഷയാണ് ഇയാൾ നോക്കി വായിക്കുന്നത്. ഇയാളുടെ ഖുർആൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, ഏത് പരിഭാഷ എന്നയാൾ പറയില്ല. ഒരായത്ത് പിന്നെ ഒരു കുട്ടി ഓതുന്നത് കേൾപ്പിക്കും, അത് നെറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. എന്നിട്ട് ഒരു പരിഭാഷ അയാൾ വായിക്കും. ഈ പരിഭാഷ ആരതാന്ന് പറയില്ല. ആരതാന്ന് പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമാനി മൗലവിൻ്റെതെന്ന് പറഞ്ഞാൽ സുന്നിയൊക്കെ അത് ബാധകമല്ലല്ലോ, ജമാഅത്തായിരിക്കും ബാധകമല്ല, അത് മുജാഹിദുകൾ പരിഭാഷയായിട്ട് പെടും. കാരണം പരിഭാഷ ഖുർആനല്ലല്ലോ. അപ്പോൾ പരിഭാഷൻ്റെ ആളെ പേരും അറിയില്ല, സംഘടനയുടെ പേരും അറിയില്ല. ഈ പരിഭാഷ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുഹമ്മദ് മറനീക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ യുക്തിവാദികളുടെ പുസ്തകം അയാൾ വായിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണെന്ന് വിചാരിച്ചു പോകും കേൾക്കുന്ന ഒരാൾ. ഇതര മതസ്ഥൻ വെച്ചാൽ ഖുർആൻ എന്ത് പാറ കിതാബ്, അത് ഓലക്കപ്പുണ്ണൊക്കെ എന്തൊക്കെയായി പറയുന്നത് എന്ന് ഇതര മതസ്ഥരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് വെറുപ്പും വിചാരിക്കും. ഇത് കിട്ടാനാണ്. അങ്ങനെ വായിക്കുന്ന സമയത്താണ് സൂറത്തുൽ വാത്തുൻ നിസാ സുദുഖാതിഹിന്ന നിഹല എന്ന ആയത്ത് വന്നപ്പോൾ പന്താവൂർ എഴുതിയ ഫത്ഹുൽ മുഈനിൻ്റെ മലയാള പരിഭാഷ കൊണ്ടുവന്നിട്ട് മഹിർ എന്ന് പറഞ്ഞാൽ വേശ്യ കൊടുക്കുന്ന സംഖ്യയാണ് എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫത്ഹുൽ മുഈൻ ഒക്കെ ഇതര മതസ്ഥർ കേട്ടാൽ ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ളൊരു എന്തോ ആണെന്നാണ് തോന്നുക. ഫത്ഹുൽ മുഈൻ ബിശറഹി ഖുറത്തുൽ ഐൻ എന്നുള്ള സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയതാണ്. അത് ഉണ്ടാക്കിയിട്ട് 500 കൊല്ലമേ ആയിട്ടുള്ളൂ. അത് തന്നെ അല്ലാത്ത വേറെ മാലിക്കി മദ്ഹബുണ്ട്, അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബുണ്ട്, അബൂ ഹനീഫൻ്റെ മദ്ഹബുണ്ട്. അവരൊന്നും ഇത് ബാധകമല്ല. ഇവിടെ തന്നെ മുജാഹിദുകൾക്കും ഇവിടെയുള്ള മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഫത്ഹുൽ മുഈൻ ഒരു പ്രമാണ ഗ്രന്ഥമൊന്നുമല്ല, ഖുർആനെ പോലെ പ്രമാണിക ഗ്രന്ഥമൊന്നുമല്ല. ആട്ടെ, ഫത്ഹുൽ മുഈൻ അങ്ങനെ മഹിറിന് അങ്ങനെ ഉണ്ടോ? ഞാൻ ഈ പരിഭാഷ ഞാൻ വായിച്ചു നോക്കിയില്ല. ഫത്ഹുൽ മുഈൻ എൻ്റെ അടുത്തുണ്ട്. ഫത്ഹുൽ മുഈൻ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിതിനെ കള്ളി മനസ്സിലായത്. ആയിക്കോട്ടെ, എന്നാൽ സംവാദത്തിൽ കാണാം. ഞാനിതിങ്ങനെ നോട്ട് ചെയ്ത് നോക്കുകയാണ്. ഫത്ഹുൽ മുഈനിൽ ഈ പിന്നെ ജബ്ബാർ മാഷ് ചെത്താത്തോടത്തേക്ക് നമ്മളെ ചിന്തയും പോവാണ്. മഹിറിന് അങ്ങനെ അർത്ഥമുണ്ടോ? മഹിറിന് ഞാൻ ആരോട് ചോദിച്ചു വെല്ലുവിളിയിൽ, ഏത് ഡിക്ഷണറികൾ കൊണ്ടുവന്നാലും മുസ്ലിങ്ങളായത് വേണമെന്നില്ല. മുൻജിദ് ഒരു ക്രിസ്ത്യാനി എഴുതിയതാ, ഒരു ജൂതനും ഖുർആൻ പിന്നെ അറബി ഡിക്ഷണറി എഴുതിയിട്ടുണ്ട്, ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട്. ഏത് ഡിക്ഷണറി കൊണ്ടുവന്നാലും മഹിർ എന്ന വാക്കിന് വ്യഭിചാരിക്ക് കൊടുക്കുന്ന സംഖ്യയാണെന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത് അയാളെ ഖുർആൻ ക്ലാസ്സിൽ. അത് ഒരു സ്ഥലത്തല്ല, 20 സ്ഥലത്ത് പല വീഡിയോകളിൽ പറയുന്നുണ്ട്. നിങ്ങൾ തെളിവ് തരണം, നിങ്ങൾ അവലംബം പറയണം. ഏത് ഡിക്ഷണറി നോക്കിയിട്ടാണ് നിങ്ങൾ ആ അർത്ഥം പറഞ്ഞത് അത് പറയണം. മഹിറിന് എവിടെയാണ് അർത്ഥം എന്ന് ഞാൻ ചോദിച്ചു.
പക്ഷെ ഞാൻ എന്ത് ചെയ്തു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മഹ്റുൽ ബഗി എന്നുണ്ട് അല്ലേ. മഹ്റുൽ ബഗിനെ ബഗയിൻ്റെ കൂടെ മഹർ ചേർത്തിട്ട് മഹ്റുൽ ബഗയിനെ നബി മൻഹിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെൽബിൻ്റെ മക്കാമിലാണ്. ആ മക്കാമിൽ പറഞ്ഞത് തന്നെ മജാസായിട്ട് പറഞ്ഞതാണ്. മഹറിന് അങ്ങനെ അർത്ഥമൊന്നുമില്ല. ജാഹിലിയ കാലത്ത് ആളുകൾക്കിടയിൽ സിന ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ, ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ വ്യഭിചാരം ഒരു തൊഴിലായി സ്വീകരിച്ചവരാണ് യുക്തിവാദികളായ ആളുകൾ. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ലൈംഗിക തൊഴിലാളികൾ, നമ്മുടെ തൊഴിലാളികളുണ്ട്. പിന്നെ ചുമട്ട് തൊഴിലാളികൾ എന്നൊക്കെ പറയും പോലെ വേശ്യാവൃത്തി ഒരു തൊഴിലായി സ്വീകരിച്ചവരാണ്. ഇന്ന് നമ്മൾ വേശ്യക്ക് കൊടുക്കുന്ന സംഖ്യക്ക് എന്താ പറയുക? ഉജിർ അല്ലേ? ഉജിർ എന്നല്ല പറയാ, കൂലി എന്ന് പറയുന്നത്. രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ചോര നീരാക്കി അധ്വാനിച്ചവന് കൊടുക്കുന്നതോ അതും ഉജിർ തന്നെ, കൂലി തന്നെ. ഇപ്പൊ വേശ്യക്ക് കൊടുക്കുന്ന ഉജിറും കൂലി, ഇതും കൂലിയാണ്. അപ്പം നീ കൂലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊരാൾ പറഞ്ഞ് തർക്കിച്ചാൽ എന്ത് പറ്റും? വേശ്യക്ക് എന്നിട്ട് പ്രത്യേക ഒരു വാക്കൊന്നുമില്ല, നാട്ടിലുള്ള ഒരു പദം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആട്ടെ, മഹിർ എന്ന വാക്ക് ഫത്ഹുൽ മൊയ്ൻ എന്തിനാ കൊണ്ടുവന്നത്? ഇന്നും ഖുർആനിൽ മഹർ എന്ന വാക്കില്ലല്ലോ. ഖുർആനിലുള്ളത് സ്വദഖാത്ത്, സ്വദൂഖ്, സ്വാദിഖ്, സ്വിദഖ്, അതിൽ നിന്നുള്ളതാണ് സ്വദഖാത്ത് അല്ലെങ്കിൽ നിഹല. ഇത് പറയാതെ മഹർ എന്തിനാ പറഞ്ഞത്? മഹർ മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ സവ്വജ്തുക വൻകഹ്തുക ബിമഹരി ഹാദൽ ഹിലി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, മഹർ പറയുന്നുണ്ട്. ഖുർആനിലില്ലാത്തൊരു വാക്ക് എന്തിനു പറഞ്ഞു? ഫിഖ്ഹിന്റെ കിതാബിൽ എന്തിനു കൊണ്ടുവന്നു? അത് പറയുമ്പോഴാണ് ഫിഖ്ഹിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. ഫിഖ്ഹ് നിയമ പുസ്തകമാണ്. ഫിഖ്ഹ് നിയമം പറയുന്ന പുസ്തകമാണ്. നിയമം പറയുന്ന പുസ്തകത്തിൽ വസ്തുനിഷ്ഠത അനിവാര്യ ഘടകമാണ്. അത് വളരെ കൃത്യമായി. അതുകൊണ്ടാണ് ദുബർ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ദുബറിൻ്റെ നിർവചനം ഫിഖ്ഹിന്റെ കിതാബിലുണ്ടാവും. ഫർജ് എന്താന്നുള്ളതിൻ്റെ നിർവചനം ഫിഖ്ഹിന്റെ കിതാബിലുണ്ടാവും. കാരണം നാളെ ഇതൊക്കെ നിയമപുസ്തകമാണ്. എല്ലാം വസ്തുനിഷ്ഠമായും വ്യക്തമായും പഠിപ്പിക്കേണ്ടതുണ്ട്. മഹർ എന്ന വാക്ക് ജാഹിലിയ കാലത്താണെങ്കിൽ പോലും ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വേശ്യയോട് ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മൻഹിയാണെങ്കിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ലുഗ്വിയായ മാന കൊണ്ടുവന്നിട്ട് അൽ മഹ്റു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ മഹർ എന്താണ്? ആദ്യം ലുഗ്വിയായ പറഞ്ഞിട്ട് ഇസ്തിലാഹ് സാങ്കേതികാർത്ഥം പറയും, ലുഗവി പറയും, ലുഗവിയിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇസ്തിലാഹ് പറയും. സാങ്കേതികമായി അതിൻ്റെ മഹറിൻ്റെ അർത്ഥം ഖീമയാണ്, മൂല്യമാണ് അതിൻ്റെ മാന എന്ന് പറയുന്നു. പറഞ്ഞിട്ട് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, മഹർ ആർക്കാണ് മഹർ കൊടുക്കേണ്ടത്? അത് സ്ത്രീക്കാണ്. മഹർ വലിയനേൽപ്പിക്കലല്ല, സ്ത്രീക്ക് കൊടുക്കണം. മഹറിനെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ആരാ? അതും വാത്തുൻ നിസാ സ്വദഖാത്ത്, നിസാ ആണ് അത് തീരുമാനിക്കും. ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാം. അത് തന്നെ സ്വദഖാത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത് എന്തിനാ? അവിടെ മഹർ ഉപയോഗിക്കാതെ അതിലൊരു സ്വിദുക്കുണ്ട്. ഞാൻ എൻ്റെ ഈ പെണ്ണുമായുള്ള ഈ മീസാക്കൻ ഖലീലൻ സത്യസന്ധമായി പാലിക്കും എന്നതാണ് ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് സ്വദൂഖ് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചത്.